ഓക്കെ, താങ്ക് യു. എന്നത്തെ പോലെ നമ്മൾ മിഡ് നൈറ്റ് സ്റ്റാർസ് ഗ്രൂപ്പ് എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. സ്പെഷ്യലായിട്ട് കുടുംബക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പ്രത്യേക നമ്മൾ അഭിനന്ദനം അറിയിക്കുന്നു. അപ്പോ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ പലപ്പോഴും പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ മദ്യാസക്ത രോഗത്തെ പറ്റി പറയുന്ന സമയത്ത് മറ്റ് ലഹരി വസ്തുക്കളും ഇതിൻ്റെ ഒരു ഭാഗമാണെന്ന് ഇതെല്ലാം ചേർന്ന് ഒരു ബ്രെയിൻ ഡിസീസ്, ക്രോണിക് പ്രോഗ്രസീവ് ബ്രെയിൻ ഡിസീസ്, അതാണ് പറയുന്നത്. തീർച്ചയായിട്ടും മുന്നോട്ട് പോകുന്ന ഒരു ബ്രെയിൻ ഡിസീസ്. അതുകൊണ്ട് പൂക്കൾ എന്നുള്ള നിലയ്ക്ക് ഇത് പരിഗണിച്ചാൽ അത് വളരെ എളുപ്പമാണ്, വളരെ സിമ്പിളാണ്. പക്ഷെ വളരെ സീരിയസ് ആയിട്ടുള്ള കൺസിഡറേഷൻ അതിന് വളരെ ഗൗരവമുള്ള സംഗതിയായിട്ട് പരിഗണിക്കും. അതൊക്കെയാണ് അതിൻ്റെ ബെനിഫിറ്റ്. അപ്പൊ നമ്മള് പ്രോഗ്രാമിൽ വന്ന നമ്മള് പലപ്പോഴും നമ്മൾ കണ്ടുമുട്ടിയപ്പോഴൊക്കെ സംസാരിച്ചിട്ടുള്ള കാര്യമാണ് ഈ സുക്കളിന്റെ കാര്യത്തിൽ അറിവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അറിവ്, നമ്മളെല്ലാവരും ഈ അറിവ് നേടാനായിട്ടാണ് പ്രോഗ്രാമിൽ വന്നിരിക്കുന്നത്. അത് കൂടാതെ നമ്മൾ അന്വേഷിക്കുന്നുണ്ട്, നമ്മൾ അനുഭവങ്ങൾ പിന്തുടരുന്നുണ്ട്. ഈ 3 കാര്യങ്ങളും ചരിത്രാതീത കാലം മുതൽ നമ്മുടെ പ്രപിതാമഹന്മാര്, നമ്മുടെ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് നമ്മള് മനുഷ്യര് അവരുമായിട്ട് നമുക്ക് ഭയങ്കര ബന്ധമാണുള്ളത്. അവരിൽ നിന്നാണ് നമ്മൾ ഇതൊക്കെ പഠിച്ചത്. അറിവ്, അന്വേഷണം, അനുഭവവും അതിൽ നിന്നും നേട്ടങ്ങളും കോട്ടങ്ങളും എന്താണെന്ന് താരതമ്യം ചെയ്ത് പഠിക്കുക, നിരീക്ഷിക്കുക. പിന്നെ അത് ആ അനുഭവം ഒരു ചികിത്സയുടെ ഭാഗമായി മാറുക. ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ആൽക്കോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാമും അത് തന്നെയാണ്. ഈ പ്രോഗ്രാം 89 വർഷമായിട്ട് ഇത് നിലവിൽ വന്നതിന് ശേഷം നമ്മൾ ഇത് തന്നെയാണ് പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. വാസ്തവത്തില് മദ്യാസക്ത രോഗവും മറ്റ് ലഹരി രോഗവും മാനസിക രോഗങ്ങളാണ്. ഇത് പല ആളുകൾക്കും സംശയമുണ്ട്. ഇത് മാനസികവും സ്വഭാവപരമായിട്ടുള്ള രോഗങ്ങളാണ്. ഇത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസോർഡേഴ്സ് എന്ന് പറയുന്ന WHO പുസ്തകം എടുത്ത് നോക്കിയാൽ നമുക്ക് ഈ സംശയം ഉള്ള ആളുകൾ എപ്പോഴും സംശയമാണ് പല ആൾക്കും. ഇത് അപ്പോൾ നിസ്സാരമല്ല. ഒരാള് മനഃപൂർവ്വം ഒരാളൊരു മാനസിക രോഗമാവില്ല. മാനസിക രോഗിയാകാൻ ആർക്കും ഇഷ്ടമില്ല. അങ്ങനെ ആരും അത് തിരഞ്ഞെടുക്കില്ല. നമ്മുടെ ജീവിതം അങ്ങനത്തെ ഒരു വഴി കൂടി പോകണമെന്ന് ആരും അത് തിരഞ്ഞെടുക്കില്ല. അപ്പൊ ഈ അറിവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ICD-10 പറയുന്നു ആൽക്കഹോളിസം മെന്റൽ ആൻഡ് ബിഹേവിയറൽ ഡിസോർഡറാണ്. മാനസികമായിട്ടും സ്വഭാവപരമായിട്ടുള്ള ഒരു ദീർഘകാല രോഗമാണ്. അത് ഏത് ലഹരി വസ്തുവാണ് ഉപയോഗിക്കുന്നത് അത് ബ്രെയിനിൽ പ്രവർത്തിച്ചിട്ടാണ് അത് ഈ മാനസിക കുഴപ്പം ഉണ്ടാക്കുന്നത്, ഈ സ്വഭാവത്തിലെ കുഴപ്പം ഉണ്ടാക്കുന്നത്. അതാണ് അവർ പറയുന്നത്. ഇത് വ്യക്തത വരുത്തേണ്ട അത്യാവശ്യമുള്ള സംഗതിയാണ്. ഇത്രയും വലിയ ഒരു അറിവ് ഉണ്ടായിട്ട് ആ അറിവിനെ നമുക്ക് സ്വീകരിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? അങ്ങനെ സ്വീകരിക്കാൻ പറ്റാത്തത് പല കാരണങ്ങൾ പറയാം. ഒന്ന്, അഡിക്ഷന്റെ സ്വഭാവം. അഡിക്ഷന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ നമ്മൾ വരുമ്പോഴായി നമുക്ക് നൽകുന്നത്, പ്രോഗ്രാം നൽകുന്നത് അറിവ് നൽകുന്നുണ്ട്, അനുഭവം നൽകുന്നുണ്ട്, നമുക്ക് അന്വേഷിക്കാനുള്ള മാർഗങ്ങൾ ഉണ്ട്. പക്ഷെ അതിൽ അടിവരയിട്ട് പറയേണ്ട കാര്യം, പ്രോഗ്രാമിൽ അടിവരയിട്ട് പറയേണ്ട കാര്യം ചികിത്സയുടെ കാര്യമാണല്ലോ. നമ്മൾ എങ്ങനെ അതിൽ നിന്ന് വിട്ടുനിന്ന് രക്ഷപ്പെടാം, അതിനൊരു എളുപ്പ മാർഗം ആൽക്കഹോളിക്സ് അനോണിമസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് വ്യക്തമായൊരു
മാർഗമാണ്. ഇറ്റ് ഈസ് സയന്റിഫിക്, ഹൈലി സയന്റിഫിക് എന്ന് ഞാൻ പറയും. കാരണം 24 മണിക്കൂർ വീതം ഉപയോഗിക്കുന്ന വസ്തുവിൽ നിന്ന് ലഹരി വസ്തു ഏതാണ് ചിലപ്പോൾ ഒന്നിലധികം ഉണ്ടാകും, അതിൽ നിന്ന് വിട്ടു നിൽക്കുക, വിട്ടു നിന്നതിന് ശേഷം ബ്രെയിനിനെ രക്ഷപ്പെടുത്തുക. ഈ രോഗത്തെ പറ്റി പറയുമ്പോൾ 2 തരത്തിൽ ഞാൻ അധികം പുതുമക്കാർ ഇതിനെപ്പറ്റി മനസ്സിലാക്കുന്നു, അവർക്ക് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം എന്നുള്ള അർത്ഥത്തിലാണ് ഇത് സംസാരിക്കുന്നത്. ഈ രോഗത്തെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ 2 കാര്യങ്ങൾ, ഇതൊരു കാറ്റഗറി, ഏത് വകുപ്പിൽപ്പെടുന്നു. ഇപ്പൊ മദ്യാസക്ത രോഗം എന്നുള്ളത് മദ്യം ഉപയോഗിച്ചിട്ട് തലച്ചോറിലുണ്ടാകുന്ന രോഗം, അതാണ് അതിന്റെ ഡയഗ്നോസിസ്. ഞാൻ നേരത്തെ പറഞ്ഞു, മദ്യം ഉപയോഗിച്ചിട്ടുണ്ടാകുന്ന മാനസിക പെരുമാറ്റ രോഗം, അതാണ് അതിന്റെ ഡയഗ്നോസിസ്, രോഗനിർണയം. 2, ഈ രോഗത്തെ അളന്നും തൂക്കിയും നോക്കണം. ഇത് എന്താണെന്ന് ചോദിച്ചാല് ഏത് രോഗത്തെ അങ്ങനെയാണ്, ദീർഘകാലമുള്ള ഏത് രോഗത്തെയും നമ്മൾ അളന്ന് തൂക്കി നോക്കിയിട്ടാണ് ചികിത്സിക്കുന്നത്. എന്നുവെച്ചാല് മൈൽഡ്, മോഡറേറ്റ്, സിവിയർ. ഇത് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഒന്നും കൂടി പറയാണ്. മൈൽഡ്, മോഡറേറ്റ്, സിവിയർ. മൈൽഡ് എന്ന് പറഞ്ഞാല് ആ രോഗത്തിന്റെ തുടക്കം, ഇത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയിട്ടുണ്ട്, വലിയ ശാരീരിക, മാനസിക, വൈകാരിക പ്രശ്നങ്ങളോ ഒറ്റപ്പെടലുകളോ പരാജയങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല ഇപ്പോഴും. പക്ഷെ അതിൽ കൂടി മുന്നോട്ട് പോകുന്നു. അധികം വർഷങ്ങളൊന്നും ആയില്ല, അത് തുടങ്ങി അങ്ങനെ മുന്നോട്ട് പോകുന്നു. ശാരീരികമായിട്ടും അധികം ബാധിച്ചിട്ടില്ല, അതാണ് മൈൽഡ്. മോഡറേറ്റ് എന്ന് പറഞ്ഞാൽ അതും കഴിഞ്ഞ് മനസ്സിനെ ശരീരത്തിനും ബാധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. സിവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും അവയവങ്ങളൊക്കെ ബാധിച്ചിട്ടുണ്ട്. ആ അവയവങ്ങളൊക്കെ വലിയ കുഴപ്പത്തിലേക്ക് നീങ്ങുന്നുണ്ട്. പ്രത്യാഘാതങ്ങൾ വളരെ ഗുരുതരമായിട്ടുള്ള രീതിയിലേക്ക് പോവുകയാണ്. പക്ഷെ എന്നാലും നമ്മൾ അറിയുന്നില്ല എനിക്ക് എന്താണ് സംഭവിച്ചത്, എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നറിയുന്നില്ല. ഈ അറിവില്ലായ്മ, എന്നെപ്പറ്റി എനിക്കുള്ള ഈ അറിവില്ലായ്മ, അവിടെയാണ് നമ്മൾ ആദ്യം പിടിക്കേണ്ടത്. അത് എത്രയോ ആൾക്കാർ ഇന്നും മരിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നും എത്രയോ ആൾക്കാർ ലോകമെമ്പാടും മരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, ലോകാരോഗ്യ സംഘടന തന്നെ പറയുന്നു. അവരുടെ കണക്കിൽ മദ്യാസക്ത രോഗം മാത്രം ഒറ്റയ്ക്കെടുത്താൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകളും മരിക്കുന്ന 3ാമത്തെ രോഗമാണ്. പക്ഷെ എൻ്റെ അഭിപ്രായത്തില് അത് മറ്റ് രോഗങ്ങൾ കൂടി ഇതിൽ ഉൾപ്പെടുത്തേണ്ടിയിരിക്കുന്നു. മറ്റ് പല സംഗതികളും ഇത് ഈ രോഗത്തിന്റെ കൂടെ വരും. ഇവയുടെ ഒരു സുഹൃത്ത് എൻ്റെ അടുത്ത് വന്നിരുന്നു. അപ്പൊ ആ സുഹൃത്തിന് രോഗചരിത്രം ഞാൻ എടുത്ത് എനിക്ക് മനസ്സിലായി, അദ്ദേഹത്തിന് ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു, ഒരു ജനറ്റിക് ഇതുണ്ട്. ആ ജനറ്റിക്കില് ബൈപ്പോളർ ഡിസീസിന്റെ ഒക്കെ ലക്ഷണം ഉണ്ടായിരുന്നു. ബൈപ്പോളർ ഡിസീസിന്റെ കോ ഡിപ്പെൻഡൻസി എന്ന് പറയും, അതായത് അതുമായിട്ട് ചേർന്ന് വരുന്ന ഒരു രോഗാവസ്ഥയാണ് മദ്യപാന രോഗം. മാത്രമല്ല, മറ്റു ലഹരി വസ്തുക്കൾ പലതും ഉപയോഗിക്കാം, മൾട്ടിപ്പിൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാം, പേഴ്സണാലിറ്റി പ്രോബ്ലം ഉണ്ടാകാം, അങ്ങനെ പല മാനസിക പ്രശ്നങ്ങളും അതിന്റെ കൂടെ വരും. അപ്പൊ നമ്മൾ അതെല്ലാം അസസ്മെന്റ്, പല കാര്യങ്ങളിലും നമ്മൾ ചികിത്സയ്ക്ക് മുൻഗണന കൊടുക്കണം. ഈ വിട്ടുനിൽക്കൽ മാത്രമല്ല, ചികിത്സയ്ക്ക് മുൻഗണന കൊടുക്കണം. മൈൽഡ് ഡിസീസിൽ പലപ്പോഴും വിട്ടുനിൽക്കൽ കൊണ്ട് മാത്രം തന്നെ എത്രയോ ആൾക്കാർ രക്ഷപ്പെട്ടിട്ടുണ്ട്, മൈൽഡ് ഡിസീസ്. പക്ഷെ മോഡറേറ്റ്, സിവിയർ ഡിസീസിലൊക്കെ നമ്മൾ ഔഷധങ്ങൾ കൊണ്ടുള്ള ചികിത്സ വേണ്ടി വരും. പലപ്പോഴും അവയവങ്ങൾക്ക് കേടുപറ്റിയിട്ടുണ്ടാവും. അതൊക്കെ ദീർഘകാല രോഗങ്ങളുടെ പട്ടികയിൽ വരും. അത് നമ്മൾ മരുന്നില്ലാതെ നമ്മുടെ പ്രോഗ്രാം മാത്രം മതി എന്ന് വിചാരിച്ചിരുന്നാൽ ചിലപ്പോൾ നമ്മൾ ജീവൻ അപഹരിക്കും. നമുക്ക് നേരത്തെ ഇന്റർവെൻഷൻ അതിൽ ഇടപെടാൻ പറ്റാതെ വരും. പലപ്പോഴും നമ്മൾ
അറിവുകൾ, നമ്മൾ ചില പിടിവാശിയുള്ള അറിവുകളൊക്കെ ഉണ്ട്, അത് ഒഴിവാക്കണം. ഇതിപ്പോ ഞാൻ ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ പറയാണ്. അല്ലാതെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാമിലുള്ള ആൾക്ക് അവരുടേതായിട്ടുള്ള ഇതൊക്കെ സ്വീകരിക്കാം. പക്ഷെ എന്നാലും നമ്മൾ ഈ പ്രോഗ്രാം തന്നെ എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. പ്രോഗ്രാമിൽ രണ്ട് കാര്യങ്ങളാണല്ലോ പറയുന്നത്. പ്രോഗ്രാമിന്റെ അടിത്തറ തന്നെ ഒന്ന്, അതൊരു മോഡേൺ മെഡിസിൻ, ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ ആശയങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി അതിന്റെ അടിത്തറ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൂടാതെ അതൊരു ആത്മീയ ബോധം, ആത്മീയമായൊരു ധാരണ, മനുഷ്യൻ എന്നുള്ള നിലയിൽ, ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ എനിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളൊരു ആത്മീയ ധാരണയുടെ പുറത്തും കൂടിയാണത് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. രണ്ടുമുണ്ട്. അപ്പൊ ഒന്നിനു വേണ്ടി നമ്മൾ വാശി പിടിക്കരുത്, രണ്ടുമുണ്ട്. നമ്മളൊരു മനുഷ്യനാക്കി മാറ്റുക എന്നുള്ളതാണ്. ഈ ആത്മീയമായിട്ട് മാനസാന്തരം, മാറ്റം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ അതിൽ തന്നെ ഉണ്ട്. നമ്മുടെ തലച്ചോറിന് കാര്യമായിട്ടുള്ള കേട് പറ്റിയിട്ടുണ്ട്. അതില് നമ്മൾ മനുഷ്യനല്ലാത്ത രീതിയിലേക്ക് പോയ ചില പരിപാടികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് അത്യാവശ്യമായിട്ട് വന്നേക്കുന്നത്. പക്ഷെ ഈ രണ്ടും ഒരേ കാര്യത്തിലേക്ക് നമ്മളെ നയിക്കും. ആധുനിക വൈദ്യശാസ്ത്രം കൊണ്ടുള്ള ചികിത്സ നമ്മുടെ ബ്രെയിനിനെ മെച്ചപ്പെടുത്തും. അതിന്റെ കാതലായ ശാസ്ത്രം, വിട്ടുനിൽക്കൽ എന്നുള്ളത് നമ്മളെ ഈ പ്രോഗ്രാമിന്റെ തന്നെ സഹായത്തോടു കൂടി നമ്മളെ എളുപ്പമുള്ളതാക്കും, വ്യക്തത ഉള്ളതാക്കും, സയന്റിഫിക് ആക്കും. അങ്ങനെ നമ്മൾ അതിൽ കൂടി ഈ വിട്ടുനിൽക്കൽ പരിപാടി സ്വീകരിക്കും. ആ വിട്ടുനിൽക്കൽ മാർഗം ശരിയായി കഴിഞ്ഞാൽ മാത്രമേ ആത്മീയ ബോധം കയറുള്ളൂ. പല ആൾക്കാരും നേരെ തിരിച്ച് വിചാരിച്ചിരിക്കുന്നത്. അന്ധമായ ഒരു ആത്മീയ ബോധവും ഉടനെ തന്നെ മറ്റേ ഈ ശരിക്കും ആധുനിക വൈദ്യശാസ്ത്രം പറയുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ. ഇത് രണ്ടും ഒരുമിച്ച് പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. രണ്ടും ഒരുമിച്ച് കൈകോർത്ത് പിടിച്ച് പോകണമെന്നല്ല. അത് ഏതാണ് ആദ്യം വരേണ്ടത് എന്നുള്ളതിൽ തർക്കമൊന്നുമില്ല. രണ്ടും ഒരുമിച്ച് തന്നെ വരണം, ഒരേപോലെ തന്നെ വരണം. കാരണം ഇപ്പൊ ഉദാഹരണം, നമ്മൾ ഈ ആത്മീയ ബോധത്തിന്റെ ഉള്ളിൽ മാത്രം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ രോഗങ്ങൾ പല അവയവങ്ങളും ബാധിച്ചിട്ടുണ്ടാവും. അതൊക്കെ അവിടെ കിടക്കും. പോരാ, ശരിക്കും എങ്ങനെയാണെന്ന് പറഞ്ഞാല് ഒരു ഡോക്ടറെ കണ്ടിട്ട് നമ്മുടെ ശാരീരികമായിട്ടുള്ള അവസ്ഥകളൊക്കെ അസസ്മെന്റ് നടത്തണം. അസസ്മെന്റ് അപ്പൊ ഡോക്ടറോട് തുറന്ന് സംസാരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ സാധാരണ ഒരു ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരാളുടെ കേസ് ഹിസ്റ്ററി എടുക്കുമ്പോൾ ഞാൻ അയാളോട് സാധാരണ ചോദിക്കുന്നത് അയാളുടെ അഡ്രസ്സ്, അയാളുടെ വയസ്സ്, അയാളുടെ സ്ഥലം, അയാളുടെ ജോലി, അയാൾ മാരീഡ് ആണോ അൺമാരീഡ് ആണോ, കുട്ടികളുണ്ടോ, എത്ര കുട്ടികൾ, എത്ര വയസ്സുള്ള കുട്ടികൾ, ആൺകുട്ടികൾ എത്ര, പെൺകുട്ടികൾ എത്ര, എന്ത് ജോലി, ആ ജോലിയുടെ പ്രത്യേകതകൾ, അതുകൂടാതെ അയാൾക്ക് ഏത് രോഗാവസ്ഥയാണെന്ന് അറിയാനുള്ള, ഏത് രോഗാവസ്ഥയിലാണ് അയാൾ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്, മൈൽഡാണോ മോഡറേറ്റ് ആണോ സിവിയർ ആണോ, അതിനുള്ള അസസ്മെന്റ് ക്വസ്റ്റ്യനർ എന്ന് പറയും, ചോദ്യങ്ങൾ. അതിൽ കൂടി അയാളുടെ സീരിയസ് ആയിട്ടുള്ള അവസ്ഥയാണെങ്കിൽ അത് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ മറ്റു രോഗങ്ങൾ ചികിത്സിക്കുന്നതിന്റെ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അത്, പ്രമേഹ രോഗം, രക്തസമ്മർദ്ദ രോഗം, മറ്റു രോഗങ്ങൾ, വയറ്റിൽ അൾസർ, അങ്ങനെയുള്ള രോഗങ്ങൾ, വൃക്ക രോഗം, അതിനുള്ള ട്രീറ്റ്മെന്റ് എന്തെങ്കിലുമൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അത് ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചോദിക്കുമ്പോൾ അയാൾ എന്നിൽ നിന്നും ഒന്നും മറച്ചു വെക്കേണ്ട ആവശ്യമില്ല. വാസ്തവത്തിൽ അയാളതെല്ലാം ഒരു തുറന്ന പുസ്തകം പോലെ തന്നെ എല്ലാം പറഞ്ഞാൽ ചികിത്സ വളരെ ഫലപ്രദമാവുള്ളൂ. ചില ആൾക്കാർക്ക് വേറെ തരത്തിലുള്ളൊരു സമീപനം ആവശ്യമുണ്ട്. അയാൾ പലപ്പോഴും ഒരു ഡോക്ടറെ അടുത്ത് വരുമ്പോഴത്തേക്കും പലതരം സംശയം, ഭീതി, ഇയാളങ്ങ് ആയുഷ്കാലത്തേക്ക് അങ്ങ് ചികിത്സിക്കാൻ പോവാണോ, ഇതിന്റെ ഗൗരവം കൊടുത്ത് ചികിത്സിച്ച് ഇനി ഒരിക്കലും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല
ഇങ്ങനെയുള്ള പല രീതിയിലുണ്ട്. അപ്പോൾ നമ്മൾ അയാൾ ഇപ്പോഴത്തെ പ്രശ്നം ചിലപ്പോൾ അയാൾക്ക് ഒരു ഫാമിലി സെപ്പറേഷൻ ആയിരിക്കും ഇപ്പോഴത്തെ പ്രശ്നം. അയാളുടെ ഭാര്യ, അയാളുടെ കുട്ടികള് ഒരു അപ്പോ അവിടെ അയാൾക്ക് ഒരു മാനസിക സംഘർഷത്തിലാണ്. വിഷാദ രോഗം ഉണ്ടാകും ചിലപ്പോൾ അയാൾക്ക്. ചിലപ്പോൾ ആ വിഷാദ രോഗം അറിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ഇയാളെ ചികിത്സിക്കാനേ പറ്റില്ല. അങ്ങനെ ഭാര്യ മക്കളുമായിട്ട് വേർപെട്ട് പോകുന്ന അവസ്ഥയിൽ അയാൾക്ക് ഉണ്ടാകുന്ന ഡിപ്രഷൻ, അയാൾ ചിലപ്പോൾ ഒരു സൂയിസൈഡിനെ പറ്റിയൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ നമ്മൾ അയാളുടെ ഇപ്പോഴത്തെ പ്രശ്നം അറിയാതെ അയാൾ വെറുതെ അങ്ങ് ചികിത്സിച്ച് കഴിഞ്ഞാണ്ടല്ലോ, ചിലപ്പോൾ നമുക്ക് ചികിത്സിക്കാൻ ആളെ തന്നെ കിട്ടൂല. അത്രമാത്രം ഗുരുതാവസ്ഥയിലായിരിക്കും. അപ്പോ അങ്ങനെ ചില ആളുകൾക്ക് അയാളുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് അത് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റു പല കാര്യങ്ങളിലേക്കും പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള അയാളുടെ മാനസിക പ്രശ്നങ്ങള്, വൈകാരിക പ്രശ്നങ്ങള്, അതിന് നമ്മൾ അയാളുമായിട്ട് അയാളുടെ അഭിപ്രായം കൂടി അറിയണം. ചിലപ്പോൾ അയാള് ഈ സൂയിസൈഡിനെ പറ്റിയൊക്കെ എത്രയോ പ്ലാനിങ് ഒക്കെ നടത്തിയിട്ടുണ്ട്. ചിലപ്പോൾ ഇതിനു മുമ്പ് അറ്റംപ്റ്റ് ഒക്കെ നടത്തിയിട്ടുണ്ടാവും. കാരണം മധ്യാസക്ത രോഗത്തിലെ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സീരിയസ് ആണ്. അത് 50% ആളുകൾക്ക് ഡിപ്രഷൻ ഉണ്ടാവും. പലതരത്തിൽ വരും. വെറും ഡിപ്രഷൻ മാത്രമായിട്ട് വരാം. മേജർ ഡിപ്രഷന്റെ ഒരു ഭാഗമായിട്ട് വരാം. ബൈപ്പോളാർ ഡിസീസ് എന്ന് പറഞ്ഞാൽ അതായത് ഉന്മാദവും വിഷാദവും മാറി മാറി വരുന്ന അവസ്ഥയിലുള്ള ഡിപ്രഷൻ വരാം. അപ്പൊ അത് രണ്ടും നമ്മൾ മനസ്സിലാക്കണം. വെറും ഡിപ്രഷനാണോ ഈ ഉന്മാദവും വിഷാദവും മാറി മാറി വരുന്ന വിഷാദമാണ്. രണ്ടും വളരെ ദൂരമുണ്ട്. വിഷാദത്തിനുള്ള മരുന്ന് എത്രയും പെട്ടെന്ന് കൊടുക്കണം എന്നുള്ളതാണ്. കാരണം ഈ മരുന്ന് കൊണ്ട് ചികിത്സിച്ചു കഴിഞ്ഞാൽ തന്നെ 2 ആഴ്ച വേണം ആ മരുന്ന് ഫലിക്കാൻ തന്നെ. ഈ മരുന്നിൻ അയാളിൽ പ്രവർത്തിക്കണമെങ്കിൽ തന്നെ 2 ആഴ്ച പിടിക്കും. അപ്പൊ 2 ആഴ്ചക്ക് ശേഷമാണ് അതിന്റെ റിസൾട്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ, മരുന്ന് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം. അപ്പോൾ അതിനു മുമ്പുള്ള ചില സമീപനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അയാളുടെ ഭാര്യ, അയാളുടെ ബന്ധുക്കള്, നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ വിളിച്ചൊന്ന് സംസാരിക്കുമോ, കാര്യങ്ങളെപ്പറ്റി, ഗൗരവ സ്വഭാവത്തെ പറ്റി പറയുക. ഈ കാര്യം ഒരു തുറന്ന ഒരു രണ്ടു കൂട്ടരും തുറന്ന് അത് മനസ്സിലാക്കണം. ഒരു ചികിത്സയിലേക്ക് അയാൾ എത്രയും പെട്ടെന്ന് പോകണം. പലപ്പോഴും ഈ ഉപേക്ഷിക്കപ്പെടുന്ന ആളുകളുടെ വൈകാരികമായിട്ടുള്ള അവസ്ഥ ഭയങ്കര സീരിയസ് ആണ്. വേറെ എമർജൻസിയാണ് വാസ്തവത്തിൽ. പലപ്പോഴും ഉപേക്ഷിക്കപ്പെടുന്നത് ആദ്യം അയാളെ തന്നെ ഉപേക്ഷിച്ചത്. കാരണം ചില ഈ മദ്യത്തോടുള്ള ആസക്തി, അഡിക്ഷൻ മൂലം അയാളെ തന്നെ ഉപേക്ഷിച്ചു. ആ ഉപേക്ഷ അയാളിൽ നിന്ന് തുടങ്ങി. അതോടൊപ്പം തന്നെ അയാളുടെ രോഗവും, മധ്യാസക്ത രോഗവും. അപ്പൊ അയാളുടെ ബിഹേവിയർ, മെന്റൽ ആൻഡ് ബിഹേവിയറൽ ഡിസോർഡേഴ്സ്, അത് താങ്ങാൻ കെൽപ്പില്ലാതെയാണ് ഭാര്യയും മക്കളും അയാളെ വിട്ടു പോകുന്നത്. ഇതൊന്നും അവർക്ക് മനസ്സിലാവില്ല. അപ്പൊ അത് അവര് പറഞ്ഞ് മനസ്സിലാക്കണം. അവിടെയാണ് നമ്മൾ ചികിത്സ തുടങ്ങുന്നത്. ചികിത്സയുടെ കാതലായ വശം അവിടെയാണ്. അതിൽ കൂടി അയാൾക്ക് ഏറ്റവും ഗൗരവമായിട്ട് അയാളുടെ കുടുംബത്തെ തിരിച്ചു കിട്ടുക, അയാളുടെ ജീവൻ തിരിച്ചു കിട്ടുക, ജീവിതത്തിലേക്ക് തിരിച്ചു വരിക. അപ്പൊ ഒരു ഷോർട്ട് ഇന്റർവെൻഷൻ പലപ്പോഴും അത് നമ്മൾ മനസ്സിൽ കരുതേണ്ട സംഗതിയാണ്. ഒരു ഷോർട്ട് ഇന്റർവെൻഷൻ, ഇപ്പോഴത്തെ അവസ്ഥ, അതിന്റെ ചികിത്സ. അതിന് ഈ കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി എന്ന് പറഞ്ഞൊരു ചികിത്സയുണ്ട്. കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാല് അയാൾ ബുദ്ധിപരമായിട്ടും മാനസികമായിട്ടും അയാൾ ഈ കാര്യങ്ങൾ ഉൾക്കൊള്ളുക. ആ ഉൾക്കൊള്ളലിൽ കൂടി അയാൾ എന്ത് മനസ്സിലാക്കിയിരിക്കുന്നു, ഈ രോഗത്തെക്കുറിച്ച് അയാൾ എന്ത് മനസ്സിലാക്കിയിരിക്കുന്നു, അത് ഏതൊക്കെ അവസ്ഥയിൽ കൂടി കടന്നു പോയിരിക്കുന്നു, അയാളെ സംബന്ധിച്ച് അയാൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നാണ് അയാളുടെ അഭിപ്രായം. അപ്പൊ അയാളുടെ അഭിപ്രായം നമ്മൾ അറിയണം എപ്പോഴും. ചിലപ്പോൾ അയാൾ പറയും, ഞാനിതൊക്കെ മാനേജ് ചെയ്തോളാം, എനിക്കിതൊക്കെ അറിയാം. പലപ്പോഴും ഇത് നിഷേധത്തിന്റെ ഒരു ഭാഗമാണ്. ഉൾവലിവ്
നിഷേധം, ഇതൊക്കെ ഈ സൂക്കേടിന്റെ വളരെ ഗൗരവമുള്ള സംഗതികളാണ്. അപ്പൊ നമ്മള് അതെപ്പോഴേ തന്നെ മനസ്സിലാക്കണം. അയാൾക്ക് ഭയങ്കര നിഷേധമുള്ള ആളാണ്, വലിയ അഭിമാനിയാണോ, അതോ ചിലപ്പോ ഭാര്യ വിളിക്കാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ പോവില്ല. ചിലപ്പോൾ സമ്മതിക്കും, പക്ഷെ അയാൾ വിളിക്കില്ല, അയാൾ പോവില്ല. അപ്പൊ ശരിക്കും അവരുടെ നമ്പറൊക്കെ അന്വേഷിച്ചിട്ട് മനസ്സിലാക്കി അവർ വിളിച്ച കാര്യങ്ങൾ തുറന്ന് പറയുകയാണ് നല്ലത് ഇങ്ങനെയുള്ള ചികിത്സകൾ. പിന്നെ ഒരു ചികിത്സ വേണം എന്ന് തന്റെ ജീവിതം കൊണ്ട് മനസ്സിലാക്കി വന്ന ആൾക്ക് നമുക്ക് കുറച്ചുകൂടി സാവകാശം കിട്ടും. അതിനെ നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു 90 ദിവസത്തെ അതിൽ വിട്ടു നിൽക്കേണ്ട പ്രോഗ്രാം ഒക്കെ പറഞ്ഞു കൊടുക്കാം. അതുകൂടാതെ ഇത് വിട്ടു നിൽക്കുമ്പോഴുള്ള ഇന്നത്തെ ലക്ഷണങ്ങൾ നേരിടാനുള്ള മരുന്നുകൾ കൊടുക്കാം. ചിലപ്പോൾ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. ഒരു അപ്പോ ഡോക്ടറെ വിട്ടുപോകുന്നുണ്ട്. ക്ലിയർ അല്ല അല്ലേ? അത് കേൾക്കുന്നുണ്ടോ? കേൾക്കാം. കേൾക്കാം. ഇടയ്ക്ക് വിട്ടുപോയായിരുന്നു. ഇടയ്ക്ക് ഒരാള് ഇപ്പോൾ പ്രോഗ്രാമിലുള്ള ഒരാൾ തന്നെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുകയാണ് ഇടയ്ക്ക്. അതാണ്. അപ്പോ നമ്മളിത് മനസ്സിലാക്കണം ഈ കാര്യങ്ങള്. ഇയാളുടെ ചികിത്സ എങ്ങനെ തുടങ്ങണം, എങ്ങനെ മുന്നോട്ട് പോകണം. ദീർഘകാല ചികിത്സയ്ക്ക് വേണ്ടി ഇപ്പൊ കുറെ കാലം ഇതിന്റെ പുറകെ നടന്നു, പക്ഷെ ഇതിൽ എത്താൻ പറ്റിയില്ല. ഇപ്പോൾ ആക്ഷൻ തുടങ്ങിയില്ല, ആക്ഷൻ നിലനിർത്താൻ പറ്റിയില്ല, അല്ലെങ്കിൽ റിലാപ്സിൽ വന്നൊരാളാണ്. അയാൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആളായിരിക്കും. അയാളുടെ ചികിത്സ കുറച്ചുകൂടി എളുപ്പമുണ്ട്. പ്രോഗ്രാം തന്നെ അയാളുടെ ഒരു ചികിത്സയായി മാറും വാസ്തവത്തില്. നല്ലൊരു ഗ്രൂപ്പില് റെഗുലർ ആയിട്ടുള്ള അറ്റൻഷൻ, അതിൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക, അത് മനസ്സിലാക്കുക, അങ്ങനെ പോകുന്ന തന്നെ ഒരു ചികിത്സയാണ്. പക്ഷെ നമ്മൾ ഈ പ്രോഗ്രാമിലുള്ള സ്റ്റെപ്പുകൾ, അതുപോലെ തന്നെ പാരമ്പര്യങ്ങൾ, ഇതിലെ പ്രയർ, ഇതൊക്കെ ഒരു ഫിലോസോഫിക്കൽ, അത് എന്താ ദാർശനികമായിട്ടൊരു മോനാണ്. വാസ്തവത്തില് ഇങ്ങനെയുള്ള ഈ 12 പടികളും 12 പാരമ്പര്യങ്ങളും പ്രാർത്ഥനയും ഈ മുഖവരയൊക്കെ എല്ലാ ദിവസവും നമ്മൾ പ്രോഗ്രാമിൽ പറയുന്നുണ്ട്. എങ്കിലും പലപ്പോഴും അതിന്റെ ഗൗരവങ്ങൾ, അത് പുതിയതായിട്ട് വന്ന ഒരാളിൽ എങ്ങനെയാണ് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്, അയാൾ എങ്ങനെയാണ് സ്വീകരിക്കുന്നത്, അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും ഈ പടികളെ പറ്റി ചില ആൾക്കാര് മീറ്റിങ്ങിൽ തന്നെ ഡിസ്കഷനൊക്കെ ഉണ്ടാകാറുണ്ട്. മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അയാള് ഇന്ന പടി സ്വീകരിച്ചു, ആ പടി അയാളെ രക്ഷപ്പെടുത്തി. അതൊക്കെ വളരെ വില പിടിച്ച കാര്യങ്ങളാണ്. കാരണം ഈ പ്രോഗ്രാമായിട്ട് അടുപ്പിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതാണ് ഈ 12 പടികളും പാരമ്പര്യം. ഒരു പടി അയാൾ എങ്ങനെ സ്വീകരിച്ചു, എങ്ങനെ അയാൾ വ്യാഖ്യാനിച്ചു, എങ്ങനെ അയാളുടെ ജീവിതത്തിൽ അത് മാറ്റിമറിച്ചു, അങ്ങനെ ഒരാള് അനുഭവം പറയുമ്പോൾ മറ്റൊരാൾക്കും അതിൽ താല്പര്യം തോന്നും. അങ്ങനെ അയാൾ ഈ പ്രോഗ്രാമിൽ ഇഷ്ടപ്പെടുന്ന ഒരാളായിട്ട് മാറും. പിന്നെ ആൽക്കോളിക്സ് അനോണിമസിലെ ഈ 10 സ്റ്റെപ്പ് അല്ലെങ്കിൽ സെൽഫ് ഹെൽപ്പ്, അത് ലോകവ്യാപകമായിട്ട് ഇതിന് പറയുന്ന ഒരു ടോക്ക് തെറാപ്പി എന്നാണ്. ടോക്ക് തെറാപ്പി എന്ന് വെച്ചാല് ഈ സംസാരം മനസ്സിനെ എങ്ങനെ അറിവ് പകരും, എങ്ങനെ നമ്മളെ അന്വേഷിക്കാൻ പ്രേരിപ്പിക്കും, നമ്മുടെ അനുഭവങ്ങളിലേക്ക് എങ്ങനെ തിരിഞ്ഞു നോക്കാൻ പറ്റും, അതിനെ പിന്തുടർന്ന നേട്ടങ്ങളും കോട്ടങ്ങളും താരതമ്യപ്പെടുത്തി നിരീക്ഷിച്ച് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും, ഇതെല്ലാം നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതൊരു സൈക്ലിക്കൽ പരിപാടിയാണ്. സൈക്ലിക്കൽ പരിപാടി ഒരിക്കലും ഗ്രൂപ്പിൽ വന്നു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിന്റെ വില എന്താണ്, അത് എത്രമാത്രം ജീവൻ രക്ഷാമാർഗമാണ്, എങ്ങനെ പ്രവർത്തിക്കുന്നത്, അതിനുണ്ടാകുന്ന ശാസ്ത്രവും അതിന്റെ ആത്മീയ ബോധവും അത് നമുക്ക് എത്രമാത്രം ഉപകാരപ്രദമാണ്. ഇതൊക്കെ ഇത് സൈക്ലിക്കലായിട്ട്
നമ്മളെ മുന്നോട്ട് പോകാനായിട്ട് സഹായിക്കും. ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിക്കും. പലപ്പോഴും നമ്മൾ മിസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ശാരീരിക രോഗങ്ങളെ കുറിച്ച് ശരിക്കും ഒരു ഡോക്ടർ പരിശോധിക്കുകയും അതിനുള്ള പ്രത്യേക ടെസ്റ്റുകൾ, മിക്കവാറും കംപ്ലീറ്റ് ടെസ്റ്റുകൾ വേണ്ടി വരും. കംപ്ലീറ്റ് ടെസ്റ്റുകൾ. ആ ടെസ്റ്റുകൾ ഒറ്റ പ്രാവശ്യം ഒരു അസസ്മെന്റ് നടത്തി കഴിഞ്ഞാൽ അയാൾ ശരിക്കും പ്രോഗ്രാമിൽ കൂടി മുന്നോട്ട് പോയി രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ അത് വളരെ വിലപിടിപ്പുള്ള സംഗതിയാണ്. കാരണം അയാൾ പിന്നീടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് അയാളുടെ ഏതെങ്കിലും ഒരു അസുഖം, ഒരു അബ്നോർമാലിറ്റി ടെസ്റ്റിലുണ്ടെങ്കിൽ അതുകൊണ്ടുള്ള ശാരീരിക കുഴപ്പമുണ്ടോ, അയാൾ എന്ത് ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. അതുകൊണ്ട് ടെസ്റ്റുകൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്. തുടക്കത്തിൽ തന്നെ ഡോക്ടർ കാണുക, ടെസ്റ്റുകളൊക്കെ ചെയ്യുക. സാധാരണ ടെസ്റ്റുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, സാധാരണ ടെസ്റ്റുകൾ നമ്മൾ ഇപ്പൊ കരൾ രോഗം, കരളിനെ ബാധിക്കുന്ന സംഗതി ഒരു 15% ആളുകളെ ബാധിക്കുന്നുണ്ട്, മദ്യാസക്ത രോഗം. അതൊരു ഈ രോഗചരിത്രത്തിൽ നിന്ന് നമുക്ക് അതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ചിലപ്പോൾ മഞ്ഞപ്പിത്തം വന്നിട്ടുണ്ടാകാം, ചിലപ്പോൾ വിശപ്പില്ലായ്മ ഉണ്ടാകാം, ചിലപ്പോൾ വയറ്റിൽ വേദന ഉണ്ടാകാം, ചിലപ്പോൾ രക്തം ഛർദ്ദിച്ചിട്ടുണ്ടാകാം. അങ്ങനെ പല രോഗലക്ഷണങ്ങളും ഉണ്ടാകാം. അപ്പോൾ അത് കംപ്ലീറ്റ് ടെസ്റ്റ് വേണ്ടി വരും. ഒരു ക്രോണിക് ലിവർ ഡിസീസ്, ദീർഘകാലമായിട്ടുള്ള ഒരു കരൾ രോഗം ഉണ്ടോ എന്നുള്ളത്. ഈ കരൾ രോഗം മറ്റു പല കാര്യങ്ങളും ഉണ്ടാവും. ഉദാഹരണം, പ്രമേഹ രോഗം കൊണ്ട് കരൾ രോഗം ഉണ്ടാകും. അതിനെ പറയുന്ന ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയും. അതെ, നോൺ ആൽക്കഹോളിക്, മദ്യപാനം അല്ലാത്ത തരത്തിലുള്ള മദ്യപാനം അല്ലാതെയുള്ള കരൾ രോഗം, അതിപ്പോ പ്രമേഹ രോഗം കൊണ്ട് അങ്ങനെ വരും. അതേസമയം ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് ഉണ്ട്, അത് പല സ്റ്റേജിൽ കൂടി കടന്നു പോകുന്നുണ്ട്. മദ്യം ഉപയോഗിക്കുന്നതിന്റെ ചരിത്രം, അതുപോലെ ലിവറിൽ ഫാറ്റ് അടിഞ്ഞു കൂടുന്നു, ആ ഫാറ്റ് കട്ടി വെക്കുന്നു, അത് കട്ടി വെച്ചിട്ട് കല്ല് പോലെ ആവുന്നു, ലിവർ സിറോസിസ് വരുന്നു. സിറോസ് വരുന്ന സമയത്ത് അവിടെ നിൽക്കുന്നില്ല, അത് പിന്നീട് അത് മുന്നോട്ട് പോകുന്നുണ്ട്. ലിവറിലെ സമ്മർദ്ദം, രക്തസമ്മർദ്ദം കൂടുന്നു. അപ്പൊ രക്തക്കുഴലുകൾ വികസിച്ച് അന്നനാളത്തിലേക്ക് അത് അങ്ങോട്ട് വ്യാപിച്ച് അവിടെ വെച്ച് രക്തക്കുഴൽ പൊട്ടി രക്തം ഛർദ്ദിക്കുന്നു. വേറൊരു തരത്തിൽ തിരിഞ്ഞാൽ ഈ ലിവർ ഇങ്ങനെ കല്ല് പോലെ ആയിട്ട് അതിൽ ക്യാൻസർ ഉണ്ടാകുന്നു, ലിവർ ക്യാൻസർ. അപ്പൊ അത് മദ്യാസക്ത രോഗത്തിൽ നിന്നുണ്ടായിരുന്ന സിറോസിസിൽ നിന്ന് കൂടി തന്നെയാണ് ക്യാൻസർ വന്നത്. അപ്പൊ അങ്ങനെ അങ്ങനെ അത് മുന്നോട്ട് പോകും. അപ്പൊ ഇത് ഏർലി സ്റ്റേജിൽ നമ്മളൊരു ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ്, അതായത് മദ്യം കഴിച്ചിട്ട് കരൾ വീക്കം ഉണ്ടായിട്ടുണ്ട്, കുറച്ച് ഫാറ്റി ലിവർ, ഫാറ്റ് അടിഞ്ഞു കൂടുന്നുണ്ട്, അതായത് ഗ്രേഡ് 1, 2, 3 എന്നൊക്കെ ഉണ്ട്. ഈ ഗ്രേഡ് 1, 2, 3 വരെ നമ്മൾ മദ്യത്തിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ അത് പഴയ സ്റ്റേജിലേക്ക് റിക്കവറി വരാൻ സാധ്യതയുണ്ട്. പ്രോഗ്രാം ശരിക്കും അനുസരിച്ച് മദ്യത്തിൽ നിന്ന് വിട്ടു നിന്ന് മുന്നോട്ട് പോകുമ്പോൾ റിക്കവറിയിലേക്ക് വരും. അത് നമ്മൾ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തുകൊണ്ടാണ് അത് മനസ്സിലാക്കുന്നത്. പലപ്പോഴും ക്യാൻസറിന്റെ ഒക്കെ സംശയം ഉണ്ടെങ്കിൽ MRI ഒക്കെ ചെയ്ത് നോക്കേണ്ടി വരും, അല്ലെങ്കിൽ CT സ്കാൻ നോക്കേണ്ടി വരും. അങ്ങനെ പല ടെസ്റ്റുകൾ കൂടി നമ്മൾ ഇതെല്ലാം മനസ്സിലാക്കും. അല്ലെങ്കിൽ അതിനുള്ള ടെസ്റ്റുകൾ ചെയ്തില്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ മിസ് ചെയ്ത് പോകും. ഗുരുതരാവസ്ഥയിൽ മാത്രമേ നമ്മൾ പിന്നെ അത് കണ്ടുപിടിക്കുള്ളൂ. ആദ്യത്തെ ടെസ്റ്റ് തന്നെ വളരെ ഉപകാരപ്രദമാണ്. പിന്നെ മറ്റൊന്ന്, ഒരു കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. ഒരു എൻഡോസ്കോപ്പി, പലപ്പോഴും അന്നനാളത്തില് ഈ രക്തക്കുഴലുകൾ ചുരുങ്ങിക്കിടന്ന് പൊട്ടി രക്തം വന്നിട്ടുണ്ട്. എത്രയോ ആൾക്കാർക്ക് രക്ഷപ്പെടാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. ആ ഒരു എൻഡോസ്കോപ്പി ഒക്കെ ചെയ്ത് അവിടുത്തെ രക്തക്കുഴലുകൾ ബാൻഡിങ് ചെയ്തിട്ട് ചിലപ്പോൾ ഒരു ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്താൽ പണമുള്ള ആളുകൾക്കൊക്കെ കരൾ തിരിച്ചു കിട്ടും. പക്ഷെ കരൾ തിരിച്ച് കിട്ടിയിട്ട് അതിന് വീണ്ടും മദ്യം കഴിച്ചാൽ പഴയ പോലെ അവസ്ഥ, മോശമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകും. അപ്പൊ അങ്ങനെ രക്ഷയുള്ള സാധ്യത. ഈവൻ ക്യാൻസർ വന്ന ആളുകൾക്ക് ഒരു ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട്
സിറോസുള്ള ഭാഗം അബ്ലേഷൻ അത് മുറിച്ച് കളഞ്ഞിട്ട് അബ്ലേഷൻ ചെയ്തിട്ട് കീമോതെറാപ്പി ഒക്കെ ചെയ്ത് ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എത്രയോ ആൾക്കാർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടോ അങ്ങനെയൊക്കെ. അത് പക്ഷെ നേരത്തെ കണ്ടുപിടിച്ചാൽ നേരത്തെ ചികിത്സ ചെയ്യാൻ പറ്റും. ഇത് വളരെ പ്രധാനപ്പെട്ടത്. പിന്നെ ഏറ്റവും വലിയ പാൻക്രിയാറ്റൈറ്റിസ് മധ്യസ്ഥ രോഗങ്ങളുള്ളത് പാൻക്രിയാറ്റൈറ്റിസ്. അതും രണ്ട് സിമ്പിൾ ടെസ്റ്റ് ചെയ്ത് നമുക്കറിയാം. ഒന്ന് അൾട്രാസൗണ്ട് സ്കാൻ തന്നെയാണ്. അത് കൂടാതെ ഈ രക്തത്തിലെ അമൈലേസ് ലൈഫേസ് എന്ന് പറഞ്ഞ രണ്ട് എൻസൈം ഇത് കൂടുതലുണ്ടെങ്കിൽ ഈ പാൻക്രിയാസിന്റെ അസുഖം ഉണ്ടെന്നുള്ളതിന്റെ വലിയ തെളിവാണ്. പ്രോഗ്രാമിലെ വിട്ടുനിൽക്കലാണ് എൻ്റെ ഏറ്റവും ഭയങ്കര ചികിത്സ. വിട്ടുനിൽക്കായിരുന്നാൽ മരണം അയാളെ കീഴടക്കും. പ്രോഗ്രാമുകൾ വളരെ വിലപിടിപ്പുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് അക്യൂട്ട് പാൻക്രിയാറ്റൈറ്റിസ് വന്ന ഒരാൾക്ക്. പക്ഷെ അതല്ല, ഈ ഒരാൾക്ക് വളരെ റിലാക്സിൽ നിൽക്കുന്ന ഒരാളാണെങ്കിലും അത് വളരെ ആഴത്തിൽ ആ മരണത്തെക്കുറിച്ചുള്ള ആ സംഗതി വളരെ ആഴത്തിൽ തന്നെ അയാൾക്ക് മനസ്സിലാക്കുന്ന ഇതിൽ കൊടുത്തില്ലെങ്കിൽ അത് നിസ്സാരമാക്കി കൊടുത്തു കഴിഞ്ഞാൽ അയാൾ കുടിക്കും, റിലാക്സ് വരും, കുടിക്കും. ഗൗരവമില്ലാത്തതുകൊണ്ട് തന്നെ അത് രക്ഷപ്പെടാൻ സാധ്യതയും കുറവാണ്. അപ്പൊ അയാൾ അതിനെ അതിജീവിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം. മരണത്തെ അതിജീവിക്കുന്നതിന് തുല്യമാണെന്നുള്ളത് ഇതൊക്കെ മനസ്സിലാവണം. അപ്പൊ അതെ. പിന്നെ ഈ ക്യാൻസറുകൾ പല തരത്തിലും വരും, പല സ്ഥലങ്ങളിലും വരും. ഈവൻ സ്ത്രീകൾ മദ്യം കഴിച്ചാൽ ബ്രസ്റ്റ് ക്യാൻസർ വന്ന് മരിക്കാൻ സാധ്യതയുണ്ട്. അതുകൂടാതെ അറിയാതെ പോകുന്നു. നമ്മുടെ അന്നനാളം, തൊണ്ട, അന്നനാളം, ആമാശയത്തിന്റെ മോൾ ഭാഗം, പിന്നെ ഈ പാൻക്രിയാസില്, ലിവറിലെ ക്യാൻസറുകൾ, വൻകുടല്, മലാശയം, ഇതൊക്കെ ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൂടാതെ പല ആളുകളും ഈ മദ്യം കഴിക്കുന്നതിന്റെ കൂടെ സ്മോക്കിംഗ് ഉണ്ടാവും. ഇപ്പൊ ഈ ലങ് ക്യാൻസറിന്റെ തെളിവ് അത് ഒരു സിമ്പിൾ എക്സ്റേ മുതൽ ഒരു MRI, ഒരു CT സ്കാൻ വരെ ചിലപ്പോൾ അതിന്റെ ഇൻവെസ്റ്റിഗേഷനൊക്കെ ആവശ്യമുണ്ടാവും. അതൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും. പിന്നെ LFT ലിവർ ഫങ്ഷനിൽ തന്നെ ചില ടെസ്റ്റുകൾ 100% ഇല്ലെങ്കിലും ഈ മദ്യാസക്ത രോഗിയാണെന്നുള്ളതിന്റെ നല്ലൊരു തെളിവ് ഉള്ള ഒരു ടെസ്റ്റാണ് GGT, ഗാമ ഗ്ലൂട്ടാമൈൻ ട്രാൻസ്പെപ്റ്റിഡേസ്, GGT. ഈ GGT വളരെ കൂടുതലായിരിക്കും പല ആളുകളിലും. മദ്യാസക്ത രോഗി അല്ല അയാൾ എത്ര വാദിച്ചാലും ശരി, അയാള് മദ്യം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുള്ളത് നല്ലൊരു തെളിവാണ് ഈ GGT കൂടുതലുണ്ടെങ്കിൽ. ഇത് ഡോക്ടർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ക്വസ്റ്റ്യനെയറൊക്കെ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞപ്പോഴാണ്, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ക്വസ്റ്റ്യനെയറിൽ കൂടുതൽ രോഗം കൂടുതലുണ്ടോ, രോഗം മോശമായിട്ടുള്ള അവസ്ഥയിലാണോ എന്നൊക്കെ തീരുമാനിക്കാം. ഇത് കൂടാതെ മറ്റു ടെസ്റ്റുകൾ, സാധാരണ ആൾക്കാർക്ക് ചെയ്യുന്ന ടെസ്റ്റുകളൊക്കെ ഇയാളിലും ചെയ്യണം. രക്തസമ്മർദ്ദം പലപ്പോഴും വളരെ കൂടുതലായിരിക്കും മധ്യസ്ഥ രോഗിക്ക്. ഇത് പലതരത്തിൽ വരാം. ഒരു പാരമ്പര്യമായിട്ടുള്ള രക്തസമ്മർദ്ദ രോഗമുള്ള ആൾക്ക് ചിലപ്പോൾ പിന്മാറ്റ ലക്ഷണം, വിഡ്രോവൽ സിംറ്റം വരുന്ന സമയത്ത് ആ BP ഭയങ്കരമായിട്ട് കൂടിയിട്ട് ഹാർട്ട് റേറ്റ്, ഹാർട്ടിന്റെ മിടിപ്പ്, രക്തസമ്മർദ്ദം അതൊക്കെ വളരെ ഹൈ ആയിട്ട് പോയിട്ട് ഈ എമർജൻസി സിറ്റുവേഷൻ ഉണ്ടാക്കാം. ചെറിയ രക്തക്കുഴൽ പൊട്ടാം. ഈ രക്തക്കുഴലില് സമ്മർദ്ദം കൂടിയിട്ട് ഹാർട്ട് ഫെയിലിയർ അടിക്കാം, ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാം. അതുപോലെ ഈ രക്തസമ്മർദ്ദം കൂടിയിട്ട് സ്ട്രോക്ക് വരാം, പക്ഷാഘാതം വന്നിട്ട് തളർന്നു പോവാം, അബോധാവസ്ഥയിലേക്ക് പോവാം, അപസ്മാരം വരാം. ഇതൊക്കെ എമർജൻസി സംഗതികളാണ്. ഇതൊക്കെ ഡോക്ടർ പരിശോധിക്കണം. ഡോക്ടർ പരിശോധിച്ച് നമുക്കൊരു സാധാരണ പരിശോധന തന്നെ ചെയ്താൽ പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. ഒരു BP നോക്കാനായിട്ട് വലിയ സംഗതിയൊന്നുമില്ല, ഇപ്പൊ ആർക്കും നോക്കാൻ പറ്റുന്ന സംഗതിയാണ്. മറ്റൊന്ന് ഇയാൾക്ക് പ്രമേഹ രോഗം.
ഈ മദ്യം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രമേഹ രോഗം ഭയങ്കര ഒരു കോംപ്ലിക്കേഷനാണ്. പ്രമേഹം ഇല്ലാത്ത ആൾക്ക് പ്രമേഹം ഉണ്ടെന്ന് തോന്നിക്കാം. അങ്ങനത്തെ ഒരു തെറ്റായ സിറ്റുവേഷനിലേക്ക് അത് ചിലപ്പോൾ കൊണ്ടെത്തിക്കും. അതുകൂടാതെ മദ്യം മറ്റ് മരുന്നുകളെ ബാധിക്കും. ഇപ്പോൾ പ്രമേഹത്തിന് മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ അതിനെ ബാധിക്കും. രക്തസമ്മർദ്ദത്തിന് മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ അതിനെ ബാധിക്കും. അപ്പോൾ തെറ്റായ വിവരങ്ങൾ ചിലപ്പോൾ ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇന്റർഫിയർ ചെയ്യുന്ന, ഇടപെട്ട് കുഴപ്പമുണ്ടാക്കുന്ന അവസ്ഥ ഉണ്ടാകും മദ്യത്തിന്റെ ഉള്ളിൽ. പിന്മാറ്റ ലക്ഷണത്തിന്റെ ചികിത്സ ശരിക്കും ഒരു ആശുപത്രിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ വേണം, അല്ലെങ്കിൽ അപകടം നിറഞ്ഞൊരു പരിപാടിയായിരിക്കും. മറ്റൊന്ന് സൈക്കോളജിക്കൽ കൗൺസിലിംഗ്. ഈ കൗൺസിലിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ചാടിക്കയറി ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ആദ്യം ഈ രോഗിക്ക് ശരിക്ക് ഉറക്കം, നല്ല ഭക്ഷണം, സ്വസ്ഥത, ഒരു സോബർ അവസ്ഥ, സോബ്രൈറ്റി. ഈ സോബ്രൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ പ്രശാന്ത അവസ്ഥ എന്നൊക്കെ പറയുന്നത് ഒരു ജംഗ്ഷനാണത്. ഒരു ജംഗ്ഷൻ. നമ്മൾ ഏതെങ്കിലും ടൗണിൽ വന്നിട്ട് ഒരു ജംഗ്ഷൻ തിരിഞ്ഞു പോകുന്നുണ്ട്. അതുപോലത്തെ തിരിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ, ഒരു പ്രശാന്തമായിട്ടുള്ള അവസ്ഥ. ഈ അവസ്ഥയിലാണ് ഈ പ്രോഗ്രാം കൂടി അയാൾ വർക്കൗട്ട് ചെയ്യുന്നത്. എന്തിനാണ് അവിടെ ഇരിക്കുന്നത്, എന്താണ് അവരൊക്കെ പറയുന്നത്, എന്താണ് സംഭവം, ഇതൊക്കെ ആ ലെവലിലേക്ക് വരുമ്പോൾ ഒരു 2-3 ആഴ്ചത്തേക്ക് മദ്യം നിർത്തി വയ്ക്കുമ്പോൾ അയാൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അനുഭവങ്ങളും ശക്തിയും പ്രദേശവും പങ്കുവെക്കുമ്പോൾ ആ പ്രശാന്തമായ ഒരവസ്ഥയിൽ കൂടി ഗ്രഹിക്കാനും ഗൗരവം മനസ്സിലാക്കാനും മുന്നോട്ട് പോകാനും പറ്റും. എപ്പോഴും അപ്പോൾ ഒരു ആദ്യത്തെ ടാർഗറ്റ് ഒരു പ്രശാന്തമായ മാനസികാവസ്ഥ ഉണ്ടാക്കാനുള്ളതാണ്. അവിടെ നിന്നും നമ്മൾ മുന്നോട്ട് ഏത് വഴിക്ക് പോകും. മിക്കവാറും അയാളുടെ ജോലിയുള്ള ഒരാളാണെങ്കിൽ ഈ ജോലി, അതിൻ്റെ ഗൗരവം, അത് ചെയ്യേണ്ട കാര്യങ്ങൾ, ഈ ജോലി അയാളെ കബളിപ്പിക്കുന്നുണ്ടെങ്കിൽ അതെങ്ങനെ അയാളെ ബാധിക്കും, എങ്ങനെ അയാളുടെ മദ്യപാന രോഗത്തെ ഈ ജോലി ബാധിക്കും, അയാളുടെ സാമ്പത്തിക അവസ്ഥകൾ, ഇതൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മദ്യപാന രോഗത്തിന്റെ ചികിത്സയിൽ അത് വളരെ പ്രധാനപ്പെട്ടാണ്. പലപ്പോഴും അയാൾ ജോലിയെ അയാൾ കബളിപ്പിക്കുമായിരിക്കും. അപ്പൊ അയാൾ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ ജോലി ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ 1 മണിക്കൂർ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യും, പക്ഷെ നിങ്ങൾ ജോലി ഉപേക്ഷിക്കാതെ തന്നെ അതിനൊരു ഗൗരവം കൊടുത്ത് അതിനെ ബഹുമാനിച്ച്, കാരണം വെച്ചാൽ നിങ്ങളുടെ ഭക്ഷണമാണ്, നിങ്ങളുടെ കുടുംബത്തിന്റെ ഭക്ഷണമാണ്, അപ്പൊ നിങ്ങളുടെ അഭിമാനമാണത്. അപ്പൊ ആ രീതിയിൽ നിങ്ങളെ ജോലിയെ ഒന്ന് ബഹുമാനിച്ച് നിങ്ങളൊന്ന് ജോലി കൃത്യമായിട്ട് ചെയ്യുക. അപ്പോൾ അതിൽ കൂടി തന്നെ മദ്യത്തെ ഒഴിവാക്കാനും ഒരു ഗൗരവം ജീവിതത്തിന്റെ പല മേഖലകളിലും ഉണ്ടാക്കാനും കഴിയും. അപ്പൊ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഉപദേശമാണ്. ഉപദേശമല്ല, ഒരു അയാൾക്കൊരു ഇൻഫർമേഷൻ, ഒരു അറിവാണത്. ആ അറിവ് ചിലപ്പോൾ അയാൾ ഇതുവരെയായിട്ടും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. കാരണം ഈ ജോലിയെ ഇങ്ങനെ കബളിപ്പിക്കുന്നുണ്ടെന്ന്. അതാണ് പലപ്പോഴും തന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ അത് അയാൾ മനസ്സിലാക്കുന്നുണ്ടാവില്ല. അതുപോലെ അയാൾക്ക് ജോലി സ്ഥലത്തുള്ള സുഹൃത്തുക്കളുമായിട്ടുള്ള എന്തെങ്കിലും പ്രത്യാഘാതങ്ങൾ, അത് വഴക്കുകൾ, അത് അയാൾക്ക് ജോലി ചെയ്യാൻ അങ്ങോട്ട് പോകാനായിട്ടുള്ള ഒരു തടസ്സമായിരിക്കാം. അപ്പൊ അവിടെ ഈ പ്രോഗ്രാമിൽ പോയി കഴിഞ്ഞിട്ട് അയാൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് അവിടെ റിഫ്ലക്റ്റ് ചെയ്യും, അവിടെ പ്രതിഫലിക്കും, അവിടെ അത് പ്രതിഫലിക്കുകയാണ്. അപ്പൊ പല ആൾക്കാരും ഈ ജോലിയുടെ കാര്യം രോഗി മനസ്സിലാക്കി കൊടുക്കാതെ ഇരിക്കുന്നതുകൊണ്ട് ജോലി അതൊക്കെ അങ്ങനെ കിടക്കട്ടെ, അയാള് ജോലിക്ക് ഗൗരവം കൊടുക്കില്ല, ചിലപ്പോൾ ലീവ് എടുക്കും, കാര്യമായിട്ട് ലീവ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ജോലി നഷ്ടപ്പെടും. അത് വീണ്ടും പ്രത്യാഘാതവും പുതിയൊരു റിലാപ്സിലേക്ക് ആളെ കൊണ്ടുവരും. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം എടുത്തു പറയുന്നത്. അയാളെ സംബന്ധിച്ചിടത്തോളം, അയാളുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം, അയാളുടെ കുടുംബത്തിന്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ജോലി വളരെ ഗൗരവമുണ്ട്. അതല്ല, ഈ ജോലിക്ക് പോയി തുടങ്ങി അവിടുത്തെ സുഹൃത്തുക്കളൊക്കെ
ആയിട്ട് നല്ലൊരു ബന്ധം, നല്ലൊരു റെസ്പെക്റ്റ് ഒക്കെ കിട്ടുമ്പോൾ പ്രോഗ്രാമുകളൊക്കെ വളരെ വിലപ്പെട്ട ഒരു ബന്ധം ഉണ്ടാകും. ഇത് ഒരു ഒരാൾ ചെയ്തു കൊടുക്കേണ്ട ഏറ്റവും വലിയൊരു ഉപകാരമാണ്. ഒരു സീനിയർ ആയിട്ടുള്ള ഒരു എ മെമ്പർ, ഒരു സ്പോൺസർ എൻ്റെ കൂട്ടുകാരന് പറഞ്ഞു കൊടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഈ ജോലിയുടെ കാര്യം. ഇറ്റ് ഈസ് എ തെറാപ്പി. അതൊരു തെറാപ്പിയാണ്. ഏത് പ്രോഗ്രാം ഒരു തെറാപ്പി ആകുന്ന പോലെ ഈ ജോലി അയാൾക്കൊരു തെറാപ്പി ആയിട്ട് മാറും. അതുപോലെ മറ്റൊന്ന്, അയാൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ സഹായം കിട്ടുന്നത് അയാളുടെ ഫാമിലിയാണ്. അപ്പൊ കുറച്ച് നാളത്തേക്ക് ഈ ഫാമിലി ആയിട്ടുള്ള വൈകാരിക ബന്ധം, അതുപോലെ തന്നെ അയാൾ വാക്കുകൾ കൊണ്ട് ഉപദ്രവിക്കാതെ, പലപ്പോഴും അയാളുടെ ഭാഷ വളരെ മോശമായിരിക്കും. രോഗാവസ്ഥയിൽ അയാളുടെ ഭാഷ വളരെ മോശമായിരിക്കും. അപ്പോൾ അത് അയാൾ പറഞ്ഞ് മനസ്സിലാക്കും. ഫാമിലി ആയിട്ടുള്ള ഫാമിലി ഓൺലി കണക്ഷൻ. പലപ്പോഴും ഈ ലോ ആയിട്ടുള്ള ഒരേ ഒരു ബന്ധം അതായിരിക്കും. ഒരേ ഒരു ബന്ധം അതായിരിക്കും. അപ്പൊ ആ ഉള്ള ബന്ധം ഒന്ന് പച്ച പിടിച്ച് ശരിയായി വരുന്നവര് അതൊരു തെറാപ്പിയാണ്. ഫാമിലി തെറാപ്പി എന്ന് പറഞ്ഞാൽ ഫാമിലിയിലെ അവര് അത് സഹിക്കുകയും ക്ഷമിക്കുകയും അയാളോട് കുറച്ചൊരു സഹാനുഭൂതി, എന്റെ ആളെങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നുള്ള അവരുടെ ആഗ്രഹം എത്രയോ നാളുകളായ അവർ പ്രതീക്ഷിക്കുന്ന സംഗതിയാണ്. അപ്പൊ ആ ഫാമിലി തെറാപ്പി, ഫാമിലി ജീവിതം തന്നെ ഒരു ചികിത്സ ആയി മാറുന്ന ഒരു പരിപാടി. അപ്പൊ ഇത് മൂന്നും കൂടി ഒരുമിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാം, അതുപോലെ ഒക്യുപേഷണൽ തെറാപ്പി, തന്റെ ജോലി, തന്റെ ഫാമിലി മെമ്പേഴ്സ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, ഒരു സംയമനം, അതൊരു ടാർഗറ്റ് കൊടുക്കണം ഇത്ര നാളത്തേക്ക് പ്രശ്നങ്ങളില്ലാതെ. ശരിക്കും 3 മാസമൊന്നും അയാൾക്ക് സാധിക്കില്ല, എന്നാലും ശരി. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഫാമിലി കൗൺസിലിംഗ് ഉണ്ട്. ആ ഫാമിലി കൗൺസിലിംഗില് അവർക്ക് ശരിയായ വിവരങ്ങൾ കൊടുക്കണം. പലപ്പോഴും ഈ ഫാമിലി വ്യക്തിയും കൂടി രോഗിയും കൂടി ഒരുമിച്ചിരുന്നുള്ള ചില ഡിസ്കഷൻസ് ഒക്കെ ചിലപ്പോൾ പരാജയത്തിൽ അവസാനിക്കാറുണ്ട്. കാരണം വാഗ്വാദങ്ങൾ അവിടെ ഉണ്ടാവും, വാക്കുതർക്കം, ആർഗ്യുമെന്റ്സ്. അപ്പൊ അത് സെപ്പറേറ്റ്, തുടക്കത്തിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള കൗൺസിലിംഗ്, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കലും അതിൽ കൂടി മുന്നോട്ട് പോകുന്നതാണ്. അപ്പോൾ അയാള് സോബർ ലെവലിൽ വന്ന് ഒരു 90 days ഒക്കെ ആകുമ്പോഴത്തേക്കും ഒരു ഗ്രൂപ്പ് കൗൺസിലിംഗ്, ഫാമിലി അയാളും എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു കൗൺസിലിംഗ് വളർന്നതായിരിക്കും. പിന്നെ മറ്റൊന്ന് ഈ ജസ്റ്റാൾട്ട് തെറാപ്പി എന്ന് പറഞ്ഞ ഒരു കൗൺസിലിംഗ് ഉണ്ട്. ജസ്റ്റാൾട്ട് തെറാപ്പി എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എന്നാൽ അതിലെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുകയാണ്. ജസ്റ്റാൾട്ട് എന്ന് പറഞ്ഞാല് അത് നമ്മൾ പല അവയവങ്ങളും ചേർന്നിട്ട് ഉള്ള ഒരു ശരീരമാണ് നമുക്കുള്ളത്. പല തരത്തിലുള്ള 10-15 സിസ്റ്റം ഉണ്ട്. ആ അവയവങ്ങളൊക്കെ കൂടി ചേർന്ന് ഒരേ ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. എന്താണ്? നമ്മുടെ ജീവിതം അത് മുന്നോട്ട് കൊണ്ടുപോകാനാണ്. അപ്പൊ ഇതിൽ പല ഭാഗങ്ങളും ചേർന്നിട്ടുള്ള ഇത് ചേർന്നാണ് ഒരു മുഴുവൻ ഭാഗമായിട്ട് മാറുന്നത്. അപ്പൊ ഈ ഭാഗങ്ങൾ ഇങ്ങനെ ചേർത്ത് വയ്ക്കുന്നതിനേക്കാൾ വളരെ പരമപ്രധാനമാണ് എല്ലാ ഭാഗങ്ങളും ചേർന്ന് പ്രവർത്തിക്കുന്നത്. ഒരാളുടെ ശരീരം, അയാളുടെ ബ്രെയിൻ, അയാളുടെ മറ്റ് ശരീരഭാഗങ്ങൾ എല്ലാം കൂടി ഒരുമിച്ച് ചേർന്നുള്ള പ്രവർത്തനം, ആ ഒറ്റ പ്രവർത്തനമാണ്. ചില ഭാഗങ്ങളുടെ ഒറ്റപ്പെട്ടുള്ള പ്രവർത്തനത്തിനേക്കാളും ഭയങ്കര സംഭവം അതാണ്. ഒരൊറ്റ സംഭവമായിട്ട് ഒരു പൂർണ്ണ രൂപമായിട്ട് അത് പ്രവർത്തിക്കും. അങ്ങനെ പൂർണ്ണ രൂപമായിട്ട് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് അതിന് 4-5 തരം വകുപ്പുകളുണ്ട്. അതിൽ ഒന്നാമത്തെ വകുപ്പ് നമ്മൾ
ബന്ധങ്ങളാണ്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞു കഴിഞ്ഞു, ആ ബന്ധങ്ങൾ ഇതിൽ വന്നു കഴിഞ്ഞു. ബന്ധങ്ങളെ കുറിച്ച് അയാൾക്ക് നല്ലൊരു ധാരണ വേണം. ബന്ധങ്ങളാണ് അയാളെ ഇനി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. റിലേഷൻഷിപ്പ്, ഈ റിലേഷൻ തന്നെ അയാളുടെ ബോധത്തിനെ വളർത്തിയെടുക്കാനുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ അത് അതിൽ നമ്മൾ പെരുമാറ്റം എങ്ങനെയായിരിക്കണം, നമ്മൾ റിലേഷൻഷിപ്പിനെ പുതുക്കി പണിയുക, അത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. പിന്നെ യാഥാർത്ഥ്യം, നമ്മുടെ റിയാലിറ്റിയെ കുറിച്ച് നമ്മൾ എന്താണ് യാഥാർത്ഥ്യം, എന്താണ് യാഥാർത്ഥ്യം അല്ലാത്തത്, അത് പ്രത്യേകിച്ച് അയാളുടെ രോഗാവസ്ഥ, അതിന്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി തന്നെ അയാൾ മുന്നോട്ട് പോകണം. ഇതിൽ ഞാൻ ചികിത്സയുടെ കാര്യം വളരെ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ ചികിത്സ മറ്റേതൊരു മനുഷ്യനെ പോലെ അയാൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അയാൾ അത് ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. പ്രമേഹത്തിന് മരുന്ന് കഴിക്കണം, പ്രഷറിന് മരുന്ന് കഴിക്കണം, ഹാർട്ടിന് അസുഖമുണ്ടെങ്കിൽ അതിന് മരുന്ന് കഴിക്കണം. അപ്പോൾ ഈ ആൽക്കഹോൾ നിർത്തൽ മാത്രമല്ല, ആൽക്കഹോൾ നിർത്തൽ വളരെ പരമപ്രധാന സംഗതിയാണ്. പക്ഷെ മരുന്നുകൾ വ്യത്യസ്തമായിട്ടുള്ള മരുന്നും കഴിച്ചിട്ട് മുന്നോട്ട് പോകണം. അപ്പൊ യാഥാർത്ഥ്യം, അയാളുടെ രോഗത്തെ കുറിച്ചുള്ള യാഥാർത്ഥ്യം അയാൾ മനസ്സിലാക്കണം. അത് അനുഭവങ്ങളും ശക്തിയും പ്രതീക്ഷയും പങ്കുവയ്ക്കുമ്പോൾ കുറേയൊക്കെ കിട്ടും. അല്ലാതെ സാധാരണ വായന കൊണ്ട് കിട്ടുക, അറിവ് സ്വീകരിക്കുന്നത് നല്ലതാണ്. മൂന്നാമത്തെ കാര്യം, ശരീരത്തെക്കുറിച്ചും സ്വന്തം മനസ്സ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ കുറിച്ച് അയാൾക്ക് ഏകദേശം ഒരു രൂപം വേണം. ഒരു ഉദാഹരണം, അയാള് പൊണ്ണത്തടിയാണ്, അയാള് വെയിറ്റ് ആവശ്യത്തിന് കഴിയുന്നുണ്ട്, അയാൾക്ക് പ്രമേഹമുണ്ട്. ഇത് രണ്ടും പൊരുത്തപ്പെടാത്ത സംഗതിയാണ്. അതുപോലെ തന്നെ അയാൾക്ക് ലിക്വിഡ്സ്, അയാളുടെ കൊഴുപ്പ് വളരെ കൂടുതലുണ്ടാകാം. അപ്പോൾ ആ ശാരീരിക അവസ്ഥ അയാൾ മനസ്സിലാക്കുക, അതിനുള്ള ഭക്ഷണ രീതി, വ്യായാമം, അങ്ങനെയുള്ള സംഗതികളൊക്കെ ചെയ്യാം. മരുന്ന് വേണമെങ്കിൽ അത് ആ ചികിത്സ വേണ്ടില്ല. അപ്പൊ ശരീരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുക, മനസ്സിന്റെ കാര്യത്തിലും ശ്രദ്ധിക്കുക. ആ മാനസികമായിട്ടുള്ള അവസ്ഥകൾ മദ്യാസക്ത രോഗത്തിന്റെ ഉള്ളിൽ ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. പലതരം മാനസിക രോഗങ്ങളുടെ ഉള്ളിൽ കൂടി ഒരു മദ്യാസക്തം കടന്നു പോകും. ഇതൊന്നും ഭയപ്പെടുത്താനോ അല്ലെങ്കിൽ ഭീതി ഉണ്ടാക്കാനൊന്നും അല്ല പറയുന്നത്, നമ്മുടെ ഉള്ളിൽ തിരിച്ചറിയാനാണ്. കാരണം ഞാൻ നേരത്തെ ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇതൊരു മാനസികവും സ്വഭാവ രോഗവുമാണ്. അതിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള മാർഗമാണ് നമ്മൾ ഗ്രൂപ്പിലുള്ള ചികിത്സ. അപ്പൊ അത് വളരെയധികം നമ്മുടെ മനസ്സിനെ നല്ല അറിവ് കൊണ്ട് സമ്പന്നമാക്കും. ഗ്രൂപ്പിലെ അനുഭവങ്ങളും ശക്തിയും പ്രതീക്ഷയും പങ്കുവെക്കുമ്പോൾ. അതുകൂടാതെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ കൗൺസിലറും ഡോക്ടറും നിങ്ങളെ സഹായിക്കും. അതിന് മരുന്ന് കഴിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ ചികിത്സിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇത് 4 കാര്യമാണ്. എന്തൊക്കെ? യാഥാർത്ഥ്യ ബോധം, ബന്ധങ്ങള്, ശരീരത്തെക്കുറിച്ചുള്ള അറിവ്, സ്വന്തം മനസ്സിനെ കുറിച്ചുള്ള അറിവ്. ഇതൊക്കെ സംഭവിക്കുന്നത് എന്തിലാണ്? ഇതൊക്കെ സംഭവിക്കുന്നത് ശരിയായ ഒരു സുബോധത്തിന്റെ ഉള്ളിലാണ്, ഒരു ബോധത്തിന്റെ ഉള്ളിലാണ്. അപ്പൊ നമ്മൾ ബോധത്തിനെ സ്പർശിക്കുന്ന ഒരു കാര്യങ്ങളും, ഒരു ലഹരി വസ്തുവും ആവശ്യമില്ലാതെ നമ്മൾ ഉപയോഗിക്കാൻ പറ്റില്ല. ഇതിന്റെ കൂടെ നമ്മൾ ഇതിൽ നിന്ന് വിട്ടു വന്ന് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ കൂടെ വേറെ ഒരു സാധനം നമുക്ക് ആവശ്യമില്ലാതെ പരീക്ഷിക്കാൻ പറ്റില്ല. പിന്നെ ഈ ബോധത്തിന്റെ ഉള്ളില് നമ്മളൊരു സ്വയം ട്രെയിനിങ് ഉണ്ട്. ഈ സ്വയം ട്രെയിനിങ് എന്താണെന്ന് വെച്ചാൽ, ഇതിലാണ് ആൽക്കഹോളിക്സ് അനോണിമസിൽ 12 പടികളിൽ പറയുന്നുണ്ട്. മെഡിറ്റേഷൻ, പ്രാർത്ഥന, ധ്യാനം. അപ്പൊ എന്താണ് ഈ ധ്യാനം, മെഡിറ്റേഷൻ? ഈ മെഡിറ്റേഷന്റെ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ ആൽക്കഹോളിക്സ് അനോണിമസിലുള്ള സുഹൃത്തുക്കൾക്ക് വളരെ നല്ല കാര്യമാണ്. ഈ പ്രോഗ്രാമിൽ തന്നെ പറയുന്നുണ്ട്, ഈ പ്രാർത്ഥന, ധ്യാനം എന്നിവയിൽ ഞാൻ മനസ്സിലാക്കുന്നു ദൈവവുമായിട്ടുള്ള സമ്പർക്കം മെച്ചപ്പെടുത്തും. അപ്പൊ ഇത് ധ്യാനത്തിന്റെ എന്താണ് ധ്യാനം? ശരിയായിട്ടുള്ള ധ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
നമ്മുടെ അഡിക്ഷന്റെ കാര്യത്തില് ചിന്തകള്, വികാരങ്ങള്, തോന്നലുകള്, സ്വഭാവം, ഈ 4 കാര്യങ്ങളാണ് ബാധിക്കുന്നത്. ഇത് ഏറ്റവും കൂടുതൽ നമ്മളെ കുഴപ്പത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സംഗതിയാണ് ചിന്തകൾ. ചിന്തകളും അതുപോലെ അടിക്കടി നമ്മളെ ഇമോഷണലായിട്ട്, നമ്മളെ വൈകാരികമായിട്ട് നമ്മളെ എങ്ങോട്ടോ കൊണ്ടുപോകുന്ന വൈകാരിക അവസ്ഥകൾ, അത് ചിന്തകളിൽ കൂടിയാണ് വൈകാരിക അവസ്ഥകളിലേക്ക് കയറി പോകുന്നത്. ചില ആൾക്കാരായിട്ടുള്ള പക, വിദ്വേഷം, വെറുപ്പ്, അതൊക്കെ പെട്ടെന്ന് കയറി വരും. ഈ ധ്യാനത്തിന്റെ ഒരു ഗുണം എന്താ വെച്ചാൽ, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളെ ഈ ചിന്തകളിൽ കൂടി കയറി വന്ന് നമ്മളെ പിടികൂടാതിരിക്കാനുള്ള ഒരു നല്ലൊരു മാർഗമാണ് ഈ മെഡിറ്റേഷൻ. അപ്പൊ സാധാരണ ചെയ്യാൻ പറ്റുന്ന 1-2 മെഡിറ്റേഷൻ ടെക്നിക്കുകൾ ഞാൻ പറഞ്ഞു. അത് കൂടുതലും ഈ മെഡിറ്റേഷൻ ബുദ്ധിസ്റ്റ് മെഡിറ്റേഷൻ ഉണ്ട്. അത് മതപരമായിട്ടുള്ള സംഗതിയൊന്നുമല്ല, വെറും മെക്കാനിക്കൽ ആയിട്ടുള്ള സംഗതിയാണ്. അത് വളരെ നല്ല സംഗതിയാണ്. നമ്മൾ ശ്രദ്ധയാണ് അതിൽ, ആ മെഡിറ്റേഷൻ. ചിന്തകളെ ബ്ലോക്ക് ചെയ്തിട്ടില്ല, ആവശ്യമില്ലാത്ത ചിന്തകളെ കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്തിട്ട് മനസ്സിന് ഒരു സമാധാനം, ഒരു ശാന്തി, സ്വസ്ഥത, ഇത് കിട്ടാനുള്ള ഒരു മാർഗമാണ് ഈ മെഡിറ്റേഷൻ. അപ്പൊ നമ്മൾ കണ്ണടച്ചുകൊണ്ടൊരു ഗുണം എന്താ വെച്ചാല്, മറ്റ് പുറമെ നിന്നുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധ പോകാതിരിക്കാനായിട്ടുള്ള ഒരു ചെറിയ സംഗതിയാണ്. കണ്ണടച്ചിരുന്നിട്ട് നമ്മൾ ഏറ്റവും നമുക്ക് എളുപ്പമുള്ള സംഗതി ബ്രീത്തിങ് ടെക്നിക്ക് ശരിയാക്കുക. അതിൽ കൂടി റിലാക്സേഷൻ, ശരീരത്തിലെ ഓരോ അവയവത്തിലും റിലാക്സേഷൻ ഉണ്ടാക്കുക. അതായത് ഇപ്പൊ മാംസം വളരെ ബലത്തിൽ നിൽക്കുകയാണെങ്കിൽ, ആ മാംസം അയവ് ഉണ്ടാവുകയാണെങ്കിൽ, അയവുള്ള അവസ്ഥ നമുക്കൊരു റിലാക്സേഷൻ ഉണ്ടാക്കും, ഒരു ശാന്തത ഉണ്ടാക്കും. അപ്പൊ അങ്ങനത്തെ ഒരു ടെക്നിക്കാണ്. നിങ്ങൾ ഇങ്ങനെ ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, ഇരുന്നിട്ടോ കിടന്നിട്ടോ എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പൊ അതിൽ നമ്മൾ ഈ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു, മൂക്കിൽ കൂടി ഉള്ളിലേക്ക് എടുക്കുന്നു. അത് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശ്വാസം ഉള്ളിൽ നിറയുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ നമ്മൾ വയറിന്റെ മുകളിൽ കൈ വെച്ചാൽ മതി. അപ്പൊ ശ്വാസം ഉള്ളിലേക്ക് കയറുമ്പോൾ വയറും മുകളിലേക്ക് കൊണ്ടു വരും. ശ്വാസം പുറത്തേക്ക് പോകുമ്പോൾ അതേ കൈ തന്നെ അവിടെ വെച്ചിരുന്നാൽ വയറ് ഉള്ളിലേക്ക് വലിയുന്നത് നമുക്ക് മനസ്സിലാവും, അത് ഫീൽ ചെയ്യും. അപ്പൊ കുറെ നേരം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് ആവും. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, പുറത്തേക്ക് വരും. അപ്പൊ ഈ ശരീരം റിലാക്സേഷനിലേക്ക് കൊണ്ടുവരണം. ഇതിനോടൊപ്പം തന്നെ ബ്രീത്തിങ് അതെങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ, ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, പുറത്തേക്ക് വിടുക. ഇത് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങളെ ഇടത്തെ കൈയിലേക്കും ഈ ശ്വാസം പ്രാണവായുവിനെ എത്തിക്കുന്നുണ്ടെന്നും, അത് ബ്രീത്തിങ്ങില് ഉള്ളിലേക്ക് എടുക്കുമ്പോഴും നിങ്ങൾ പുറത്തേക്ക് വിടുമ്പോൾ ഈ ശ്വാസം, ഈ പ്രാണൻ ഈ അടുത്ത കൈയിലേക്ക് കയറി അത് പുറത്തേക്ക് പോകുന്നു. അപ്പൊ ആ ഇടത്തെ കൈയെ പറ്റി കൂടി ചിന്തിക്കാം എൻ്റെ കൂടെ. അങ്ങനെ ഒരു 10-15 പ്രാവശ്യം ഇടത്തെ കയ്യിൽ കൂടി അങ്ങനെ ശ്വാസം എടുക്കുമ്പോൾ പ്രാണൻ കയറുന്നു, പോകുന്നു. അങ്ങനെ ആ ബ്രീത്തിങ്, ശ്വാസം തന്നെ അതിന്റെ ഉള്ളിലേക്ക് പോകുന്ന വിചാരിച്ചാലും മതി. ഈ ശ്വാസത്തിൽ കൂടി കിട്ടുന്ന പ്രാണവായു അങ്ങനെ പോകുന്നു. അത് കുറച്ച് 15 പ്രാവശ്യം ഇടത്തെ കൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വലത്തെ കൈ ചെയ്യാം. 15 പ്രാവശ്യം വലത്തെ കൈ. അത് കഴിഞ്ഞിട്ട് 15 പ്രാവശ്യം ഇടത്തെ കാലിന്റെ ഈ തൊള മുതല് കാലിന്റെ അങ്ങനെ പെരുവിരൽ വരും, അങ്ങനെ താഴേക്ക് ആ ഇടത്തെ കാല് കംപ്ലീറ്റ് അങ്ങനെ പ്രാണൻ അങ്ങനെ കയറുന്നു, പോകുന്നു. അപ്പൊ ഇടത്തെ കാല് കഴിഞ്ഞിട്ട് വലത്തെ കാല്. അപ്പൊ 15 പ്രാവശ്യം അവിടെ അങ്ങനെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് എൻ്റയർ ബോഡി ഇങ്ങനെ ഇത് കയറുന്നത് ഇറങ്ങിപ്പോകുന്നു. അങ്ങനെ റിലാക്സേഷൻ, കംപ്ലീറ്റ് ശരീരം റിലാക്സേഷൻ, ഇങ്ങനെ ഒരു റിലാക്സേഷൻ. അപ്പൊ ശരീരത്തിനും അത് ഈ സമയത്ത് ഈ ചിന്തയൊക്കെ ബ്ലോക്ക് ആയിരിക്കും. നിങ്ങൾ ഒരു 1 പോയിന്റിലാണ് നിങ്ങളെ മനസ്സ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആവശ്യമില്ലാത്ത ചിന്തകളൊന്നും വരില്ല.
അപ്പൊ ഇതുമായിട്ട് കണക്ട് ചെയ്ത് അങ്ങനെ ചെയ്ത് ഒരു ബ്രീത്തിങ് ടെക്നിക്ക് കൂടിയുള്ള ഒരു മെഡിറ്റേഷൻ ചെയ്യാം. അപ്പൊ ഈ മെഡിറ്റേഷൻ ചിന്തകളിൽ കൂടി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മനസ്സിലേക്ക് കയറി വരും, ഇമോഷൻസ് വരും, അതിനൊക്കെ ബ്ലോക്ക് ചെയ്യും. ഇതൊക്കെ കുറച്ച് ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാലും ഈ മെഡിറ്റേഷൻ നമുക്ക് വളരെ ഗുണം ചെയ്യും. അത് ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ ഞാൻ നിങ്ങൾക്ക് അത്യാവശ്യമുള്ള കുറെ കാര്യങ്ങളാണ് പറയുന്നത്, വളരെ വിലപിടിപ്പുള്ള കുറെ കാര്യങ്ങളാണ് പറയുന്നത്. ഒരു മധ്യസ്ഥ രോഗി ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. ശാരീരികമായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയുള്ള വളരെ വിശദമായിട്ടുള്ള സംഗതികളൊന്നും ഞാൻ അധികം പറഞ്ഞിട്ടില്ല. എന്നാലും ഇതൊക്കെയാണ് നമ്മൾ ട്രീറ്റ്മെന്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അത് ഒരിക്കൽ കൂടി എല്ലാവർക്കും വളരെ നന്ദിയുള്ളൊരു വിഷു ആശംസ. അതുപോലെ അതിനേക്കാളേറെ പ്രധാനമാണല്ലോ നമ്മുടെ പ്രശാന്ത മനസ്സുണ്ടാകുക. പ്രശാന്ത മനസ്സ് ആശംസിച്ചുകൊണ്ട് നടത്തുന്നു. താങ്ക് യു. നമുക്ക് എന്തെങ്കിലും ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യും. താങ്ക് യു. കേൾക്കുന്നുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെങ്കിൽ ഇതിനെപ്പറ്റി ചർച്ചയാവോ? ഡോക്ടറോട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കും. കേൾക്കുന്നുണ്ട്. കേൾക്കണം ഡോക്ടറെ, കേൾക്കാൻ പറ്റുന്നില്ല? എന്നെ കേൾക്കുന്നു? എന്നെ കേൾക്കുന്നുണ്ടോ? നിന്നെ കേൾക്കാൻ ഒരു ഡിസ്റ്റർബ് ഇതുണ്ടായിരുന്നു, വലിച്ചിലുണ്ടായിരുന്നു. ഇപ്പൊ കുഴപ്പമില്ല. അല്ല, ഞാൻ പറയുന്നത് വ്യക്തമല്ലേ? യെസ്, സാറ് പറയണ വ്യക്തമാണ്. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇടയ്ക്ക് ബ്രേക്ക് വരുന്നുണ്ട്. ഓക്കെ. ആരെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോ. ശിവചേട്ടാ ഒന്ന് മീറ്റിംഗ് നോക്കിക്കോളാമോ? എനിക്കൊരു ചെറിയ പരിപാടി ഉണ്ടായിരുന്നു. ആയിക്കോട്ടെ. 25 മിനിറ്റ് കൂടി ഉണ്ട്. സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹലോ. ഹലോ, പറഞ്ഞു. ഡോക്ടർ അമിത മധ്യസ്ഥനാണ്. ഞാനൊരു ജസ്റ്റ് ഒരു സംശയമാണ് ചോദിക്കുന്നത്. മധ്യസ്ഥൻ ദൈവകൃപയാൽ കൂട്ടായ്മ സഞ്ചരിക്കുന്നതുകൊണ്ട് മദ്യവെച്ചിട്ടില്ല. രഞ്ജു, കോട്ടയം. വളരെ സന്തോഷം ഡോക്ടറെ. ഹായ് ഡോക്ടർ. മീറ്റിംഗ് ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. മീറ്റിങ്ങിലൂടെയുള്ള യാത്ര തന്നെയാണ്. അപ്പോ എൻ്റെ ഒരു സംശയം എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഈ പുതുമക്കാര് പഴമക്കാര് എന്നൊക്കെ പറയുന്ന കുറച്ച് ആൾക്കാർ പൊതുവെ പറയാറുണ്ട്. പക്ഷേ ഈ പഴമക്കാരായിട്ട് വരുന്ന ചില ആൾക്കാര് ഇപ്പൊ ഏകദേശം 8 വർഷം 10 വർഷമൊക്കെ ആയെന്ന് വിചാരിച്ചോ, അവര് ഇപ്പം കേൾക്കുന്നുണ്ടോ ഡോക്ടർ? ഒരു മീറ്റിങ്ങിലൂടെ മാത്രം വന്ന് മറ്റുള്ളവര് സഹായത്തോടെ വന്ന് രക്ഷപ്പെട്ട് മീറ്റിങ്ങിൽ എത്തിയതാണ്. അത്രമാത്രം തകർന്നു പോയി വന്നവരാണ്. പക്ഷെ അവര് നമ്മള് മീറ്റിങ്ങിനകത്ത് കയറുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഓൺലൈൻ മീറ്റിംഗ് കൂടുന്നുണ്ടെങ്കിലോ ഒക്കെ നമ്മളോട് ഭയങ്കര നിരുത്സാഹപരമായിട്ട് പറയും, അങ്ങനെ കൂടുന്നത് ഒരിക്കലും ഏടെ തത്വങ്ങൾക്കനുസരിച്ചല്ല, നിങ്ങൾ കാണിക്കുന്നത് മുഖത്തോടെ മുഖം നോക്കി ചെയ്യുന്നത് മാത്രമാണ് ഏടെ മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് വളരെ, അതുപോലെ തന്നെ അവരെ കൈപിടിച്ച് കയറ്റിയവരെ പോലും കുറച്ച് വർഷങ്ങൾക്ക് ശേഷം മറ്റുള്ളവരോട് പറയേണ്ടെങ്കിലും ഭയങ്കര മോശപ്പെട്ട, ഞാനിപ്പോ ആയാലും എല്ലാം കൊണ്ട് ഞാൻ മിടുക്കനായെന്നുള്ള രീതിയിൽ. ഇതൊക്കെ എങ്ങനെയാണ് ഇങ്ങനെയുള്ള പഴമക്കാർ എങ്ങനെയാണ് ഇതെന്ത് സന്ദേശമാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. ഓക്കെ. അത് ഈ പ്രോഗ്രാമിൽ വന്ന ആൾക്കാരും ഇവരൊക്കെ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങൾ എടുക്കുക, പോവുക. അതുപോലെ ഇങ്ങനെ ചോദ്യങ്ങൾ ഇങ്ങനെ നമ്മൾ അധികം വാദപ്രതിവാദങ്ങൾ ഇതിലില്ല. അത് നമുക്ക് ആവശ്യമുള്ള സംഗതികൾ നമ്മൾ എടുക്കാൻ പഠിക്കണം എന്നാണ് പറയുന്നത്. ആൾക്കോളിക് ചാനൽസിലെ മീറ്റിങ്ങിൽ നിന്ന് നമുക്ക് പല കാര്യങ്ങളെ പറ്റിയുള്ള ഇൻഫർമേഷൻ കിട്ടും. അതിൽ തെറ്റായിട്ടുള്ളതൊക്കെ നമ്മൾ ഒഴിവാക്കി കളയുക. നമുക്ക് ഗുണം ചെയ്യുന്ന തോന്നുന്നത് എടുക്കുകയും ചെയ്യാം. അതാണ് സാധിക്കുള്ളൂ. നമ്മൾ അവരുമായിട്ട് തർക്ക വിഷയത്തിന് പോകാതിരിക്കുക.
അങ്ങനെ പോകുന്നല്ല പറഞ്ഞ ഡോക്ടറെ. ഇവര് അങ്ങ് കർക്കശമായിട്ട് മീറ്റിങ്ങിലൊക്കെ പറയുവാണ് ഇതുപോലെ നടത്തുന്നത് അതല്ല ഇതല്ല. നമ്മൾ പിന്നെ അതിനെ തിരിച്ചു പറയാനായിട്ട് പോകാറില്ല. ഇപ്പം ഏതാണ്ട് വേദപുരുഷന്മാരായ പോലെയാണ് അവരുടെ പൊതുവെയുള്ള പറച്ചിൽ. അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. അതൊന്നും അവർക്കൊരു പക്ഷെ ഒരു മാറ്റവും ഇല്ല. കാര്യം വേറൊന്നുമില്ല, ഈ 8-10 വർഷമായിട്ട് ഒരു മാറ്റവും ഇല്ല. 10 വർഷമായിട്ട് മാറ്റുവാൻ പറ്റാത്തവയെ സ്വീകരിക്കാനുള്ള പ്രശാന്ത മനസ്സുകയും ആ പ്രാർത്ഥന തന്നെ ഓർത്തിരുന്നാൽ മതിയല്ലോ. അത് കൂടാതെ തന്നെ മനസ്സിലാക്കേണ്ട കാര്യം സയന്റിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ മധ്യാസക്ത രോഗം അത് നമ്മൾ ബിഗ് ബുക്കിൽ എടുത്തെടുത്ത് പറയുന്നുണ്ട്. ഇതൊരു ആയുഷ്കാല രോഗമാണ്. ഇത് തുടങ്ങി വലുതായി നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മളെ ബാധിക്കുന്ന ഒരു രോഗമാണ്. നമ്മൾ എപ്പോഴാണ് റിലാക്സ് ആവണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഇതിനെ 24 മണിക്കൂർ നേരം വിട്ടുനിന്ന് നമ്മളെ തലച്ചോറിനെയും നമ്മുടെ ശരീരത്തെയും നമ്മുടെ മനസ്സിന്റെ പ്രവർത്തനത്തെയും നമ്മൾ മെച്ചപ്പെടുത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ജീവിതത്തെ തിരിച്ചു പിടിക്കുകയാണ് ചെയ്യുന്നത്. ഇത് എപ്പോ വേണമെങ്കിലും ഒരു പരാജയം വരും. ഒരു പുനർപതനം വന്നിട്ട് അതിനുശേഷം നമ്മൾ വൈകാരികാവസ്ഥ മോശമായാല്, നമ്മുടെ സ്വഭാവം മോശമായാല്, നമ്മളെ പഴയ കൂട്ടുകാരെ കിട്ടിയാല്, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നമ്മൾ പിടിച്ചു വലിച്ചുകൊണ്ട് പോകുന്ന എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായാൽ, ഇതിന് പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട ഒരൊറ്റ കാര്യം പറയാം. ഈ ബലപ്പെടുത്തുക എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ലഹരി വസ്തു എല്ലാം തലച്ചോറിൽ പ്രവർത്തിച്ചിട്ട് അതിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ നിർത്തിവെച്ചാലും അതിനെക്കുറിച്ചുള്ള ചിന്തകളും ഈ തോന്നലുകളും വികാരങ്ങളും അതിനെ ഉപയോഗിക്കാൻ ബലപ്പെടുത്തുക. ഇങ്ങനത്തെ ഒരു പരിപാടി ഈ ലഹരി വസ്തുവിന് എല്ലാത്തിനും ഉണ്ട്. അതുകൊണ്ടാണ് റിലാപ്സിലേക്ക് പോകാൻ കാരണം. അത് നമ്മൾ ആ ബലപ്പെടുത്താതിരിക്കാൻ ആ സിറ്റുവേഷൻ, അങ്ങനെ ബലപ്പെടുത്താനുള്ള സിറ്റുവേഷനിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക, മാറി നിൽക്കുക, മീറ്റിങ്ങുകൾ നിരന്തരം അറ്റൻഡ് ചെയ്യുക. നമ്മൾ ഒരു കണ്ണാടിയുടെ രൂപത്തിൽ പഴയ അനുഭവങ്ങൾ അതിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക. പഴയ അനുഭവത്തിൽ നിന്ന് നമ്മൾ നിരാകരിക്കുന്നില്ല. ആ അനുഭവം അവിടെ ഉണ്ട്. ആ അനുഭവങ്ങൾ ഒരു കണ്ണാടി പോലെയാണ് നമ്മൾ കരുതുന്നത്. ആ കണ്ണാടിയിൽ പ്രതിഫലിക്കുന്ന പോലെ അനുഭവങ്ങൾ അവിടെ ഉണ്ട്. അതിൽ നിന്നാണ് നമ്മൾ പഠിച്ചത്, മനസ്സിലാക്കിയത്. അതാണ് എ ഗ്രൂപ്പ്. എയുടെ ടീച്ചിങ് അത് തന്നെയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ആത്മീയ ബോധം. ഈ ആത്മീയ ബോധം നമുക്ക് കിട്ടിയത് എവിടുന്ന? ഓരോരുത്തരും പരസ്പരം, ആ വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരസ്പരം ഈ സ്നേഹത്തിന്റെ ഉള്ളിൽ റിക്കവറിയിൽ കൂടി പരസ്പരം ബന്ധിതരായപ്പോഴാണ്, പരസ്പരം നമുക്ക് ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കി അങ്ങനെ മുന്നോട്ട് പോയപ്പോഴാണ് നമുക്ക് രക്ഷപ്പെടാൻ പറ്റിയത്. അപ്പോൾ അത് ഒരു അനുതാപം, എമ്പതി, കരുണ, സ്നേഹം ഇതിലൊക്കെ കൂടി കടന്നു പോയപ്പോഴാണ്. നേരെ മറിച്ച് നമ്മൾ എന്താ ഒരു ക്രിമിനാലിറ്റി, ഒരു ക്രിമിനൽ മൈൻഡ് നമുക്കുണ്ടെങ്കിലുണ്ടല്ലോ, നമുക്ക് എല്ലാവരും ഉപദ്രവിക്കാൻ തോന്നും. അപ്പൊ ആ ക്രിമിനൽ മൈൻഡ് അത് ഓട്ടോമാറ്റിക് വരുന്നതാണ്. ഇങ്ങനെ ചിന്തകളിൽ കൂടി, തോന്നലുകളിൽ കൂടി, വികാരങ്ങളിൽ കൂടി, സ്വഭാവത്തിൽ കൂടി വരുന്നതാണ്. അതിനെ മാറ്റലാണ് ഈ തെറാപ്പി. മെന്റൽ ആൻഡ് ബിഹേവിയറൽ തെറാപ്പി ആണ് എ പ്രോഗ്രാം. താങ്ക് യു സാർ. താങ്ക് യു രഞ്ജു. വേറെ ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ? നമസ്കാരം ഡോക്ടർ. നമസ്കാരം. നമസ്കാരം. എൻ്റെ പേര് ശ്രീനി, മോളന്തുരുത്തിയാണ്. സാറ് പറഞ്ഞില്ലേ എൻഡോസ്കോപ്പി കാര്യം പറഞ്ഞില്ലായിരുന്ന? ഞാൻ ബ്ലഡ് ഒമിറ്റ് ചെയ്തിട്ട് 2021 ബ്ലഡ് ഒമിറ്റ് ചെയ്ത് എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് എനിക്ക് 4 ബാൻഡ് ചെയ്ത ആളാണ്. അതിനുശേഷം ഞാൻ ഇതുവരെ ഇല്ല. പിന്നെ ഇതുവരെ ചെക്കപ്പിനൊന്നും പോയി. അന്ന് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി. തീർച്ചയായിട്ടും ഒരു ചെക്കപ്പ് വേണം. കാരണം വെച്ചാല് ഈ ബാൻഡിങ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അത് പൂർണ്ണമായ ചികിത്സ അല്ല, താൽക്കാലിക ചികിത്സയാണ്.
അപ്പോൾ ഇതിന്റെ ഒരു അൾട്രാസൗണ്ട് ചെയ്താൽ അന്നത്തേൽ നിന്നും എന്ത് വ്യത്യാസം വന്നിട്ടുണ്ട്? നിങ്ങൾ കുടിക്കാതിരുന്നിട്ടുണ്ട്, അതുകൊണ്ട് അവിടുത്തെ ഈ രക്തസമ്മർദ്ദം, പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ അതിന്റെ ഇംഗ്ലീഷിലുള്ള പേര്, പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ, ആ കരളിലുള്ള രക്തത്തിന്റെ സമ്മർദ്ദം അതെങ്ങനെയുണ്ട്? അത് കൂടുതലുണ്ടോ? കരൾ എങ്ങനെയുണ്ട്? ഇപ്പോൾ മെച്ചപ്പെട്ടോ? അന്നത്തേലും മെച്ചപ്പെട്ടോ? പഴയ സ്കാനൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടർക്ക് അത് നോക്കിയിട്ട് മനസ്സിലാക്കാനൊക്കെ പറ്റും. അല്ലെങ്കിൽ LFT ചെയ്തു, അതിലെങ്ങനെയുണ്ട്? അങ്ങനെയൊക്കെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. ഭയപ്പെടേണ്ട ആവശ്യമില്ല, അത് ഒന്ന് പരിശോധിച്ചോളൂ. സാറ് ഇങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് നാല് ബാൻഡ് ചെയ്ത എൻഡോസ്കോപ്പ് ചെയ്തിട്ടേ, അപ്പൊ അതിനുശേഷം ഞാൻ ഇതുവരെ പിന്നെ ചിന്തിച്ചിട്ടില്ല. പിന്നെ ഇതുവരെ പിന്നെ ഭക്ഷണത്തിൽ വളരെ ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള ആൾക്കാർ. ഈ ഭക്ഷണത്തില് എന്താ വെച്ചാല് വെജിറ്റേറിയൻ ഭക്ഷണം, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പിന്നെ ഷുഗറൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യണം. നല്ല പോഷകാഹാരങ്ങൾ കഴിക്കണം. ഫാറ്റി ലിവർ ഉണ്ടാകാതിരിക്കാനായിട്ട്, ഒബേസിറ്റി, പൊണ്ണത്തടി ഉണ്ടാകാതിരിക്കാൻ നോക്കണം. അതൊക്കെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഏതായാലും ഒരു റീ അസസ്മെന്റ്, രണ്ടാമതൊരു പരിശോധന ചെയ്ത് നോക്കുന്നത് വളരെ നല്ലതാണ്. എൻഡോസ്കോപ്പി ഉടനെ ഒന്നും ചെയ്യണ്ട, പക്ഷെ അൾട്രാസൗണ്ട് LFT ഒക്കെ നോക്കുന്നത് നല്ലതാണ്. ഡോക്ടറെ കണ്ട് കാര്യങ്ങൾ പറയണം. സാറെ പൊണ്ണത്തടിയൊന്നുമില്ല. ഞാനിപ്പോ ഒരു എന്താ പറയാ, ഇപ്പൊ ഒരു 76-77 കിലോ ഉള്ളൂ. 5 അടി 11. ഹൈറ്റ് ഉണ്ട്. അല്ല സാറേ, ഞാൻ 5 അടി 11 ഇഞ്ച് ഉണ്ട്. 5-11. അപ്പൊ 5 അടി 11 വളരെ ഹൈറ്റ് ഉള്ള ഒരാളാണല്ലോ. അതെ അതെ. അപ്പൊ വെയിറ്റ് കുറവായിരിക്കും. അതുകൊണ്ടിപ്പോ ഞാൻ മദ്യപിച്ചുകൊണ്ടിരുന്നപ്പോ എനിക്കൊരു 80-85 ഒക്കെ ഉണ്ടായിരുന്നു. 80-85 കിലോ ഉണ്ടായിരുന്നു. ഓക്കെ. ഏതായാലും ഒരു പരിശോധന ചെയ്യാൻ നോക്കിക്കോളൂ. ഓക്കെ, ഒരു ഹാൻഡ് റൈസ് ഉണ്ട്. മനു. ഷിബേട്ടാ, ഞാൻ ഡോക്ടറോട് ഒരു സംശയം ചോദിക്കാനാ. ഓക്കെ. പ്രിയമുള്ളവരെ, മദ്യശക്തനാണ്. ദൈവാനുഗ്രഹത്താൽ ഇന്ന് കുടിച്ചിട്ടില്ല. എൻ്റെ പേര് മനു. ഞാൻ ഡോക്ടറോട് ചോദിക്കാനുള്ളത്, നമ്മൾ ഇപ്പം 1 വർഷത്തിലേറെയായി കഴിക്കുന്നില്ല, പക്ഷേ എങ്കിലും കൂടിയിട്ടും ഈ മനസ്സിൻ്റെ ആ ഒരു നീരസങ്ങളൊക്കെ ചില സമയങ്ങളിലൊക്കെ പിടിവിടുമ്പോൾ അതിനോടൊക്കെ ഭയങ്കരമായിട്ട് ഒരു ഒരു തർക്ക വിഷയങ്ങളിലല്ല, മറ്റാരോടും തുറന്ന് സംസാരിക്കലും ഇല്ല, എങ്കിലും ആ മനസ്സിലിട്ടിട്ട് കുറച്ച് സമയങ്ങളൊക്കെ ഇങ്ങനെ ഒരു അസ്വസ്ഥപ്പെടുത്തുന്ന കാര്യങ്ങളായിട്ട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിന്നൊക്കെ ഒന്ന് രക്ഷപ്പെടാനും അല്ലെങ്കിൽ അതിനൊക്കെ എന്തെങ്കിലും ഒരു പോംവഴികൾ നമുക്ക് എങ്ങനെ അത് പ്രാക്ടിക്കലായിട്ട് ജീവിതം കൊണ്ട് തന്നെയാണല്ലോ അത് നമ്മൾ കറക്റ്റ് ചെയ്യുന്നത്. നമുക്ക് ജീവിതം കൊണ്ട് കറക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് എത്ര കുട്ടികളുണ്ട്? 3 പേര്. എത്ര കുട്ടികൾ? എത്ര വയസ്സുള്ള കുട്ടികളാണ്? അത് മൂത്ത മോന് ഡിഗ്രി ഒക്കെ കഴിഞ്ഞതാ. രണ്ടാമത്തത് +2, പിന്നെ 8ാം ക്ലാസ്. അങ്ങനെ. അത് നിങ്ങള് ഈ കുട്ടികളോടുള്ള സ്നേഹമൊക്കെ പങ്കുവെക്കാറില്ലേ? അവരുടെ സ്നേഹവാത്സല്യങ്ങളൊക്കെ പങ്കുവെക്കാറില്ലേ? നമ്മളിപ്പോ അങ്ങനെ ഒരു പിന്നെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അതിന്റെ ഒരു ഗ്യാപ്പില് ഉള്ള കമ്മ്യൂണിക്കേഷനേ ഉള്ളൂ. അല്ല, അത് ഇതില് ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ നമ്മുടെ ഫാമിലി തന്നെ അതിന് തെറാപ്പി, അതിന്റെ ചികിത്സ അതിൽ തന്നെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഫാമിലി തെറാപ്പി. അതില് ഇപ്പൊ കുട്ടികൾ 3 കുട്ടികളുള്ളപ്പോ ആ കുട്ടികളായിട്ടുള്ള ആ സ്നേഹബന്ധങ്ങൾ, അവരോട് ചില ചോദ്യങ്ങളൊക്കെ അവരുടെ ഒരു സുഹൃത്തായിട്ട് മാറുക, അങ്ങനെ അവരിൽ കൂടി കുറെ അറിവുകളൊക്കെ നമുക്ക് കിട്ടും. ഇനി എന്തൊക്കെ പഠിക്കുന്നത്, ആ കാര്യങ്ങൾ എന്തൊക്കെയാണ് ചോദിച്ച് മനസ്സിലാക്കി, അപ്പൊ ഇനി എന്താണ് അടുത്ത ഉദ്ദേശം എന്താണ്, അങ്ങനെ അവരുടെ കാര്യങ്ങളിൽ കൂടി നിങ്ങൾ അവരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കി കുറച്ചൊന്ന് മാറ്റം വരുത്തുന്നത് വളരെ നല്ലതായിരിക്കും. അതാണ് ഈസിയസ്റ്റ് ആയിട്ടുള്ളൊരു മാർഗം. അപ്പൊ കുറെ നീരസങ്ങളൊക്കെ അങ്ങനെ മാറിക്കിട്ടും. മറ്റൊന്ന്, നമ്മൾ ഈ പ്രോഗ്രാമിൽ ഏതെങ്കിലും ഒരു പടികൾ, 1-2 പടികളൊക്കെ നിങ്ങൾ ശരിക്കും അത് നമ്മളെ മാറ്റിമറിക്കുന്ന ചില പടികളുണ്ട്. ഇതിലിപ്പോ 5ാമത്തെ പടി വളരെ നല്ലതാണ്. അത് 4ാമത്തെ പടിയും നല്ലതാണ്. 4ാമത്തെ നേരത്തെ പറഞ്ഞല്ലോ.
അപ്പൊ നാലാമത്തെ അഞ്ചാമത്തെ പടികൾ വ്യാഖ്യാനിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. നാലാമത്തെ പടി എന്താണ്? നമ്മള് സത്യസന്ധത പാലിക്കുക എന്നുള്ളതാണ്. അതിസൂക്ഷ്മതയോടെയും ഭയം കൂടാതെയും ധാർമ്മിക നിലവാരത്തെ വിലയിരുത്തി ഭയങ്കര വിലയിരുത്തി അങ്ങനെ ഞാൻ വിലയിരുത്താറുണ്ടോ? അതിസൂക്ഷ്മതയോടും ഭയം കൂടാതെയും എൻ്റെ ധാർമ്മിക എൻ്റെ ചെയ്തികളെ ഞാനങ്ങനെ വിലയിരുത്താറുണ്ടോ? അങ്ങനെ അപ്പൊ ആയൊരു വിലയിരുത്തലാണിത്. അപ്പോ ഒരു വിലയിരുത്തൽ എന്താ വെച്ച് കഴിഞ്ഞാല് കള്ളത്തരങ്ങള് നമ്മുടെ ഉള്ളില് ചില കള്ളത്തരങ്ങള് നുണകള് ഇതൊക്കെ വരുമ്പോഴത്തേക്കും അത് നമുക്ക് മാനസിക വിഷമങ്ങൾ ഉണ്ടാക്കുക. അപ്പൊ നമ്മൾ സ്വയം പരിശോധിക്കാം. ഇതിലെ ഒരു സംഗതി എന്താ വെച്ചാല് പലപ്പോഴും നമ്മള് മനസ്സ് നമുക്ക് എതിരായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഒരു വൈരുദ്ധ്യം അവിടെ ഉണ്ടാവുന്നുണ്ട്. ഈ നമ്മളെന്നുള്ള ആളും ഈ വൈരുദ്ധ്യം ഉണ്ടാക്കുന്ന സംഗതികളും നമ്മുടെ ഒരു പരസ്പര ധാരണയില്ലാത്തൊരു കളി, ഒരു വ്യത്യസ്തത അവിടെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു വ്യത്യസ്തതയുടെ ആവശ്യമില്ലല്ലോ. അപ്പൊ നിങ്ങൾ തന്നെയാണ്, നിങ്ങൾ മനസ്സിലാണ് ഇതൊക്കെ നടക്കുന്നത്. അപ്പോ അവിടെ ഒരു ചോദ്യം ഈ ഒബ്സർവ് ചെയ്യുന്ന ആരാണ്? നിങ്ങളാണ്. നിങ്ങളെ നിരീക്ഷിക്കണം. നിങ്ങളും തമ്മിൽ വ്യത്യാസമില്ല എന്നും അത് ആ വ്യത്യാസം ഇല്ല എന്നുള്ള ധാരണ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ക്യാൻസൽ ചെയ്ത് പോകും. നിങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ അവിടെ ക്യാൻസൽ ചെയ്ത് പോകും. ഓക്കെ, താങ്ക് യു ഡോക്ടർ. ഡോക്ടറെ ഒരൊറ്റ സംശയം കൂടെ ചോദിച്ചോട്ടെ. ഡോക്ടറെ, ഫാറ്റി ലിവർ ആണ് ഹെപ്പറ്റൈറ്റിസ് എയിലേക്ക് എത്തുന്നെന്ന് പറഞ്ഞു, മഞ്ഞപ്പിത്തത്തിലേക്ക്. ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും എന്താണെന്ന്, ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും എന്താണെന്നൊന്ന്. നല്ല ചോദ്യമാണ്. ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി രണ്ട് തരം വൈറസുകളാണ്. ഈ രണ്ടും വൈറസും ഭയങ്കര ഒരു ആഴ്ചക്കാലം മുഴുവനും ഒരാളുടെ കൂടെ കൂടാൻ പറ്റുന്ന വൈറസാണ്. ഇതിപ്പോ പലപ്പോഴും ഗൾഫിലേക്കൊക്കെ പോകുമ്പോൾ അവിടെ ഹെപ്പറ്റൈറ്റിസ് ബി ഉള്ള ഒരാളെ അവർ സ്വീകരിക്കും. അത് പകരുന്നൊരു സൂക്കേടാണ്. ലൈംഗിക ബന്ധത്തിലൂടെയും രക്തത്തിൽ കൂടിയും പകരുന്ന സൂക്കേടുകളുണ്ട്. ഹെപ്പറ്റൈറ്റിസ് ബി പകർച്ച മാത്രമല്ല, ഇത് ക്യാൻസർ ഉണ്ടാക്കും, ലിവർ സിറോസിസ് ഉണ്ടാക്കും, പെട്ടെന്ന് തന്നെ ക്യാൻസർ ഉണ്ടാക്കും. ഹെപ്പറ്റൈറ്റിസ് ബി ഉള്ളവർക്ക് അത് കൂടുതലാക്കും, ത്വരിതപ്പെടുത്തും. അത് ഇങ്ങനെ രണ്ടും കൂടി ഒരുമിച്ചും വരാം. ഇതൊരു ആൾക്കാല സൂക്കേടായിട്ട് മാറാം. അപ്പോ ഇതിപ്പോ ലിവർ സിറോസിസ് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് രോഗപ്രതിരോധ ശക്തി കുറവാണ്. അപ്പോൾ അങ്ങനെയുള്ളവരിൽ അത് ഈ അപകടങ്ങളൊക്കെ കൂടുതലാവും. പെട്ടെന്ന് ക്യാൻസർ ഉണ്ടാകും, പെട്ടെന്ന് വ്യാപിക്കും, പെട്ടെന്ന് സംഗതികളൊക്കെ ഉണ്ടാവും. അതിൽ ഒരു കാര്യം എന്ന് വെച്ചാൽ മധ്യാസക്ത രോഗത്തിന്റെ ഉള്ളിലാവുന്ന സമയത്ത് നമ്മള് നേരത്തെ പറഞ്ഞല്ലോ, നമ്മള് മെന്റൽ ആൻഡ് ബിഹേവിയറൽ ഡിസോർഡർ, നമ്മള് എങ്ങനെ പ്രവർത്തിക്കുന്ന, നമ്മുടെ സ്വഭാവം എങ്ങനെ പ്രകൃതം എന്താണ്, അതിനൊന്നും നിയന്ത്രിക്കാൻ നമുക്ക് കഴിയാത്തൊരവസ്ഥയിലായിരിക്കും നമുക്ക് ചിലപ്പോൾ ഇത് പിടിപെട്ടുണ്ടാവുക. അങ്ങനെയൊക്കെയാണ് അതുമായിട്ടുള്ള ബന്ധം വരുന്നത്. പലപ്പോഴും പല ആശുപത്രികളിലും ഒരു മധ്യാസക്തനെ ചികിത്സിക്കാൻ ചെല്ലുമ്പോൾ അവർ ഇത് നോക്കും. ഇത് മാത്രമല്ല, ഹെപ്പറ്റൈറ്റിസ് ബി നോക്കും, ഹെപ്പറ്റൈറ്റിസ് സി നോക്കും, HIV നോക്കും അവർ. കാരണം ഇതൊക്കെ ഒരു കാലത്ത് ഭയങ്കര ഭീകരമായിട്ടുള്ള അവസ്ഥകളിൽ കൂടി ഒത്തിരി ആളുകളുടെ ജീവൻ എടുത്തിട്ടുള്ള സംഗതിയാണ്. ഇന്നിപ്പോ HIV നല്ല ചികിത്സയുണ്ട്. മരുന്ന് കഴിച്ചാൽ ആയുഷ്കാലം മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നാൽ അയാൾക്ക് 25-30 വർഷമൊക്കെ ജീവിക്കാം. സാറേ, അതുപോലെ ഹെപ്പറ്റൈറ്റിസ് ബിക്ക് സിംറ്റംസ് കാണിക്കത്തില്ലെന്ന് പറയുന്നത്, സിംറ്റംസ് കാണിക്കാതെയാണ്. സിംറ്റം വേണമെന്നില്ല. അത് കുറെ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോ ഇതൊക്കെ ഒരു ടെസ്റ്റ് ചെയ്യുമ്പോഴൊക്കെയായിരിക്കും കണ്ടുപിടിക്കുന്നത്. ചിലപ്പോ ചില ആൾക്കാർക്ക് ഒരു ആയുഷ്കാലം മുഴുവൻ അസുഖങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ട് അങ്ങനെ പോകാൻ പറ്റും. ഇമ്മ്യൂണിറ്റി, നല്ല പോഷകാഹാരങ്ങൾ കഴിക്കുക, കുറച്ച് ആരോഗ്യമുള്ളൊരു ജീവിതം നയിക്കുക,
അപ്പോൾ മദ്യത്തിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുക. സപ്ലിമെന്റ്, ഫുഡ് സപ്ലിമെന്റ് ഉണ്ട് ചിലതൊക്കെ, ആ സപ്ലിമെന്റ് കഴിക്കുക. അങ്ങനെയൊക്കെ ആരോഗ്യപൂർണ്ണമായിട്ടുള്ള ഒരു ജീവിതം ഭക്ഷണമൊക്കെ കഴിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ദീർഘകാലം ജീവിച്ചിട്ടുണ്ട് പല ആൾക്കാർ. ഓക്കെ, താങ്ക് യു ഡോക്ടർ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനെങ്കിൽ മുന്നോട്ട് വരാട്ടോ. ഒരു 7 മിനിറ്റ് കൂടെ ഉണ്ട്. ഇന്നത്തെ പ്രതിദിന മനസ്സിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എന്താണ് വളർച്ച എന്നുള്ളതാണ് ഇന്നത്തെ പ്രതിദിന മനനം. അത് വളരെ നല്ല ഇതാണ്. നമ്മളെ സുഹൃത്താണ് ഈ പുസ്തകം മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്. എൻ്റെ അയൽവാസിയും എൻ്റെ സുഹൃത്തായിട്ടുള്ള ഇംഗ്ലീഷ് പ്രൊഫസറായിട്ടുള്ള ഫിലിപ്പ് മാഷാണ് ഈ പുസ്തകം മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്. നല്ല ട്രാൻസ്ലേഷനാണ്. ഏപ്രിൽ 10 വളർച്ചയുടെ ഉൾക്കാമ്പ്, നല്ലതിലേക്ക് മാറാനുള്ള ആഗ്രഹം, അറിവ്, അതിനുവേണ്ടി ഏത് ഉത്തരവാദിത്വവും ഏറ്റെടുക്കുന്നതിനുള്ള പൂർണ്ണമായ തയ്യാറാവലുമാണ്. കറക്റ്റ്. ഇപ്പൊ ഈ വളർച്ച, വികാസം, ഇത് മനുഷ്യന് സംഭവിക്കുന്ന ഇതാണ്. ഇത് മദ്യാസക്ത രോഗത്തിന്റെ ഉള്ളില് ഏറ്റവും കാര്യമായിട്ട് ഒരു മനുഷ്യജീവിയെ ബാധിക്കുന്ന വളർച്ച, വികാസം. ഈ വളർച്ച എന്ന് പറയുമ്പോഴത്തേക്കും ശാരീരികമായ വളർച്ചയുണ്ട്, മാനസികമായ വളർച്ചയുണ്ട്, കഴിവുകൾ പല നമ്മൾ അത് പ്രാക്ടീസ് ചെയ്തുണ്ടാക്കുന്നതാണ്. ഇപ്പൊ നിങ്ങൾ ഒരു വിഷയം പഠിച്ചു, നിങ്ങൾ കഴിവുണ്ട്, നിങ്ങൾ കമ്പ്യൂട്ടർ പഠിച്ചു, നിങ്ങൾ ഗവേഷണം ചെയ്തു, അങ്ങനെ പല കഴിവുകളും നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ മദ്യാസക്ത രോഗത്തിന്റെ ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഈ വളർച്ച, വികാസം, കഴിവുകളുടെ പ്രദർശനം, അത് ജീവിക്കാനുള്ള മാർഗം ഒക്കെ ബാധിക്കും, എല്ലാം ബാധിക്കും. വളർച്ച, വികാസം ഒക്കെ മുരടിക്കല്. അപ്പൊ ശരിക്കും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാം സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്താണ് വളർച്ചയുടെ ആദ്യമായിട്ട സംഗതി? എന്താണ് ആദ്യമായിട്ടുള്ള സംഗതി? അറിവാണ്. ഈ രോഗത്തെ കുറിച്ചുള്ള അറിവ്, ഈ പ്രോഗ്രാമിനൊക്കെയുള്ള അറിവ്, ഇതിൽ കൂടി മുന്നോട്ട് പോയി ജീവിക്കാനുള്ള അറിവ്, എങ്ങനെ എൻ്റെ നിലനിൽപ്പ്, അങ്ങനെയുള്ളൊരു കൂട്ടിപ്പിടുത്തം, അതാണ് ഈ പ്രോഗ്രാം. അപ്പോൾ വളർച്ച, വികാസം, പല ആൾക്കാരും ഈ പ്രോഗ്രാമിൽ വന്ന് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോഴത്തേക്കും അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ആദ്യത്തെ അറിവ് ഞാനൊരു സംഭവമല്ല, ഞാനൊന്നുമല്ല, ആ ഒരു വിനയം, ആ ഒരു എളിമ, ഇത് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ അവർക്കുണ്ടായ വളർച്ച എന്താണെന്ന് പറയാൻ പറ്റില്ല. ഭയങ്കരമായ വളർച്ച. ഇപ്പോ ഈ വെള്ളം എന്ന് പറഞ്ഞൊരു സിനിമ എടുത്ത ഒരു ആൽക്കഹോളിക്സ് അനോണിമസിലെ കൂടി രക്ഷപ്പെട്ട ഒരാളുണ്ടല്ലോ, അയാൾ ഇതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ അയാളുടെ എളിമ, അയാളുടെ വിനയം നിങ്ങൾ കാണണം. വളരെ വലിയൊരു സംഭവമാണത്. അപ്പോൾ അതിൽ കൂടി അയാൾക്ക് ഏറ്റവും വലിയ വളർച്ചയാണ്. അയാളിപ്പോ ഇന്ന് വലിയ സാമ്പത്തികമായിട്ടും വലിയ സമ്പന്നനാണ് അയാൾ. അപ്പൊ അയാളുടെ കഴിവുകളൊക്കെ വളർച്ചയിൽ അതിൻ്റെ ഒരു ഭാഗമായി. താങ്ക് യു സാർ. ഇനി ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ?
മീറ്റിംഗിന്റെ സമയം ഏകദേശം അവസാനിപ്പിക്കാറായി. ആർക്കെങ്കിലും ചോദിക്കണമെങ്കിൽ മുന്നോട്ട് വരാം കേട്ടോ. സാർ പറഞ്ഞോ, സാർ എന്താ പറയാൻ തുടങ്ങി? അല്ല, വേറെ ഒന്നുമില്ല. അല്ല, നമ്മള് എപ്പോഴും ഞാൻ ഊന്നി പറയുന്ന ഒരു കാര്യം വെച്ചാല്, നമ്മള് ഈ ബ്രെയിൻ, ഹ്യൂമൻ ബ്രെയിൻ, അതിന്റെ കഴിവുകള്, അതിന്റെ കഴിവില്ലായ്മകള്, അതിന്റെ ആ കാര്യത്തില് നമ്മുടെ ഈ മദ്യവും മറ്റു ലഹരി വസ്തുക്കളും അതെങ്ങനെ പ്രവർത്തിക്കുന്നു, ഈ വേൾഡ് തന്നെ, ഈ ലോകം തന്നെ എങ്ങോട്ടാണ് പോകുന്നത്, അഡിക്ഷൻ എന്ന് പറഞ്ഞ രോഗം, ആ രോഗാവസ്ഥ വേൾഡിനെ കീഴടക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ പലതരത്തിലുള്ള ലഹരി വസ്തുക്കളും ധാരാളം കൊണ്ട് വിതരണം ചെയ്ത് ഇവിടെ കണ്ടമാനം പണം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ലോകത്തിന്റെ ഏറ്റവും വലിയൊരു വ്യാപാര കേന്ദ്രം ആയി മാറിയിട്ടുണ്ട് ഈ കേരള. ലഹരി വസ്തുക്കൾ വിറ്റ് പൈസ ഉണ്ടാക്കുന്നവർ. അത് ഇവിടെ വന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർ മുതൽ, ഇന്ത്യയിൽ തന്നെയുള്ള മറ്റുള്ള സ്റ്റേറ്റിൽ നിന്ന് വരുന്ന ആൾക്കാർ മുതൽ, വിദേശികൾ മുതൽ, മറ്റ് പല രാജ്യങ്ങളിൽ നിന്നും വരെ ലഹരി വസ്തുക്കൾ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ വിതരണം ചെയ്ത് സമ്പന്നരാകുന്നു. അത് അവരെ സംബന്ധിച്ചിടത്തോളം ആ പണം ഉണ്ടാക്കുന്ന ഒരു അഡിക്ഷനാണ്. ആ പണം ഉണ്ടാക്കുന്ന പരിപാടി അവരെ സംബന്ധിച്ച് ഒരു വലിയ അഡിക്ഷനാണ്. കാരണം അവരുടെ മനസ്സിൽ ഒരു ആത്മീയ ബോധം ഇല്ല. എന്താണ് ഈ ലഹരി വസ്തുക്കൾ ഉണ്ടാക്കുന്നതും അത് അവർക്ക് ജീവിതം ഇല്ലാതാക്കുന്നു. ഒരു എന്താ പറയാ, അവരുടെ ഒരു മനസ്സില്ലാതെ, ക്രമമുള്ള ഒരു മനസ്സില്ലാതാകുന്നു. അപ്പൊ ഇവിടുത്തെ ജീവിതം ദുസ്സഹമാവുന്നു. ഇവിടെ ആളുകൾക്ക് ജീവിക്കാൻ പറ്റാതാവുന്നു. അവർക്ക് ഇവിടെ ആയിട്ട് യാതൊരു ബന്ധമില്ല. മനസ്സിലായില്ലേ? അപ്പൊ അവര് ഈ ലോകത്തെ പറ്റി ചിന്തിക്കുന്നില്ല. ലോകം അവരുടെ ഒന്നുമല്ല എന്ന് വിചാരിക്കുന്നു. ആളുകളൊന്നുമല്ല. ആളുകളും സ്ഥലങ്ങളും വസ്തുക്കളും ആണ് ലോകത്തുള്ളത്. അത് അവരെ സംബന്ധിച്ചിടത്തോളം ഒന്നുമല്ല. അപ്പൊ അതാണ് അഡിക്ഷൻ. കൂടി അവരുദ്ദേശിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് കിട്ടുന്നുണ്ട്, ധനം കിട്ടുന്നുണ്ട്. ഈ ഗാംബ്ലിംഗ് അഡിക്ഷൻ പോലെയാണ് അവർക്ക്. ഈയിടെ 75 കോടി രൂപയുടെ കഞ്ചാവുമായിട്ട് ഏതോ ഒരു ലോറിയായിട്ട് കുറച്ച് ആൾക്കാർ വന്നാണ്. ആലോചിച്ച് നോക്കുക, 75 കോടി 75 കോടി രൂപയുടെ ഈ സാധനങ്ങൾ അവനെ സംബന്ധിച്ചിടത്തോളം അവനത് അധികം പൈസ ഒന്നും അവന്റെ പോക്കറ്റിന് പോയിട്ടുണ്ടാവില്ല. താങ്ക് യു സാറേ. നമുക്ക് മീറ്റിംഗ് ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. ജോലിച്ചേട്ടൻ പ്രാർത്ഥിച്ചാലോ? ജോലിച്ചേട്ടൻ ഓക്കെ, പോയോ? താങ്ക് യു. ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, മാറ്റുവാൻ പറ്റാത്തവയെ സ്വീകരിക്കുവാനുള്ള പ്രശാന്ത മനസ്സതയും മാറ്റുവാൻ പറ്റുന്നവയെ മാറ്റുവാനുള്ള ധൈര്യവും ഇവയെ തമ്മിൽ വേർതിരിച്ചറിയാനുള്ള വിവേകവും ഞങ്ങൾക്ക് നൽകണമേ. Keep coming back and show it to you. Thank you, doctor. Thank you, doctor. Thank you.